നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. ബിഗ് ബോസ് താരമായിട്ടുള്ള ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കയറി കാൽ കഴുകുന്നു, അത് റീൽസ് ചിത്രീകരിക്കുന്നു, അത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ കേസെടുത്ത് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അതൊക്കെ അതിന്റെ സ്വാഭാവിക തലമായിട്ട് മാത്രം കാണാം. സത്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ആചാര ലംഘനം നടത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വലിയ വിഷമകരമായിട്ടുള്ള, അതല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ആ വിഷയത്തെക്കാൾ ഉപരി ആ വിഷയത്തിന് ശേഷം അവിടെ ക്ഷേത്രത്തിന്റെ ചിട്ടവട്ടങ്ങൾ പ്രകാരം അവിടെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമൊക്കെ ഓരോ ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മുസൽമാനായാലും ഒക്കെ അറിയുന്നതാണ്. അത്തരത്തിൽ അവിടെ ശുദ്ധികലശവും മറ്റുള്ള കാര്യങ്ങളും നടന്നതുമായി ബന്ധപ്പെട്ട് അതിന് പിറകിൽ വന്ന മറ്റൊരു വിവാദമാണ് വീണ്ടും ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നുള്ള രീതിയിലേക്കൊക്കെ നീട്ടിവലിച്ച് കുറുക്കിക്കൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്ത് എന്തുമാവാം എന്നുള്ള വലിയ വേദനാജനകമായിട്ടുള്ള മറ്റു സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ള മാന്യ ബാബാജി, മഹാചണ്ടാള ബാബാജി, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബാബാജി. ബാബാജി, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുവിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മേലെയൊക്കെ, അതിപ്പോ ഈ പറയുന്ന കൊടുങ്ങല്ലൂരിലെ കോഴിവെട്ടായാലും അത് നിരോധനമായാലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാൾ ജയിൽവാസം പോലും അനുഷ്ഠിച്ചിട്ടുള്ള, സമരം ചെയ്ത് ജയിൽവാസം പോലും അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മേലെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് എന്നറിയാം. എന്നാൽ അത് സംഭവിച്ചു, ആചാര ലംഘനം സംഭവിച്ചു. അതിനെ പിന്നീട് ഒരു പ്രത്യാഘാതങ്ങൾ, അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ അതിന് ശുദ്ധികലശം നടത്തുക എന്നുള്ളതൊക്കെ അത് ചിട്ടവട്ടങ്ങളാണ് എന്നിരിക്കാം. അതിന് മേലെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഹിന്ദുവിനെ ചവിട്ടിയരയ്ക്കുക എന്ന സിസ്റ്റം ഒക്കെ നടക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലെ അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത്? എല്ലാ പ്രേക്ഷകർക്കും പ്രണാമം. ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ബൈജുജിക്കും നിങ്ങളുടെ ചാനലിനും അദ്ദേഹം നന്ദി അറിയിക്കുകയാണ്. ഇപ്പോ നമ്മള് അങ്ങ് പറഞ്ഞ ഈ വിഷയം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസി അല്ലാത്ത ജാസ്മിൻ എന്നാണ് ആ കുട്ടിയുടെ പേരെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ക്ഷേത്രത്തിന്റെ കുളത്തിലേക്ക് ഇറങ്ങുകയും, നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേവലം നീന്തൽ പഠിക്കുന്ന ഒരു കുളമായിട്ടല്ല, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളമടക്കം അവിടെയൊക്കെ വേസ്റ്റും മറ്റുള്ളത് കൊണ്ടുപോയിടുന്ന സമയത്ത് അത് ഫിൽട്ടർ ചെയ്യലും അതിന്റെ ആചാരങ്ങളും ഒക്കെ കോടതിയൊക്കെ ഇടപെട്ട് തന്നെ നടത്തുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുള്ളതാണ്. അപ്പൊ ക്ഷേത്രക്കുളങ്ങൾ, കിണറുകൾ എന്നൊക്കെ പറഞ്ഞ കേവലം ഒരു ജലസ്രോതസ് മാത്രമല്ല, അതൊരു വിശ്വാസത്തിന്റെ പരിധിയിൽ കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മള് ഗുരുവായൂരായാലും ശരി, മറ്റ് പുരാതനമായ ക്ഷേത്രങ്ങളായാലും ശരി, ഒരു പുരാവസ്തു സംരക്ഷണം പോലെ, അല്ലെങ്കിൽ അത്തരം പൈതൃകം, ഈ രാഷ്ട്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ഓരോ ദേശങ്ങളുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും അവിശ്വാസികളോ, അല്ലെങ്കിൽ അവിശ്വാസി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊള്ളാത്ത ആളുകൾ എന്നതാണ്. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിലേക്ക് മറ്റുള്ള പാർട്ടിക്കാർ കയറി ചെല്ലാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത്ര കണ്ടൊരു പബ്ലിക്കായിട്ടൊരു പരിപാടി അല്ലെങ്കിൽ രഹസ്യമായിട്ടോ ഒന്നും ആരും ചെല്ലില്ല. ഈ പരസ്യപ്പെടുത്തിയിട്ടേ ചെല്ലുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്റെ പുറകിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ കിട്ടും. ഇതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രം മതേതരത്വ രാഷ്ട്രമാണെന്ന് എല്ലാവരും പറയുമ്പോൾ ആ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ മതങ്ങളെ വിശ്വസിച്ചുകൊണ്ടും മതമില്ലാത്തവർക്ക് അത് വിശ്വസിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ്. ആർട്ടിക്കിൾ 25ഉം 26 ഒക്കെയാണ് ഈ പറയപ്പെടുന്ന മത നിയമങ്ങളെ, മതവിശ്വാസത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമങ്ങളായിട്ട് സാധാരണ പറയും. മൗലികാവകാശമാണ് മതത്തെ ആചരിക്കുക എന്നുള്ളത്. ആ മതത്തെ ആചരിക്കുമ്പോൾ ഭരണഘടന തന്നെ നമുക്ക് ഉറപ്പു നൽകുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് 25. ഒരുത്തന്റെ മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശങ്ങളും അധികാരങ്ങളും നൽകുന്നുണ്ട്. കൂടാതെ 26 എന്ന് പറയുമ്പോൾ ആ മതത്തിൻ്റെതായ പ്രോപ്പർട്ടി, ക്ഷേത്രമാവാം, പള്ളിയാവാം, ചർച്ചാവാം, അല്ലെങ്കിൽ കുളാവാം, കിണറാവാം, അല്ലെങ്കിൽ അവരുടെ മറ്റ് പല ഉപനിർമ്മിതികളും, കൂത്തമ്പലം പോലെയുള്ള ഉപനിർമ്മിതികള്, അതുപോലെ പൗലിയൻ പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തും അവർക്ക് കൈവശം വെച്ച് അധികാരത്തോടു കൂടി അതിന്റെ നിഷ്ഠയോടുകൂടി കൊണ്ടുപോകാൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഈ രാജ്യത്ത് അതാത് ആരാധനാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആചാര അനുഷ്ഠാന പദ്ധതികൾ
അതിനെ തകർക്കുക എന്നാൽ അത് ആ മതവിശ്വാസിയുടെ മത ആചാര വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. അത് പാടില്ല എന്നുള്ളത് ഈ സർക്കാർ സംവിധാനങ്ങൾ, നിയമ ഭരണഘടന ഒക്കെ ഉറപ്പ് നൽകുന്നതാണ്, അല്ലെങ്കിൽ സ്ഥാപിച്ചു വെച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആചാരവിരുദ്ധമായ കാര്യങ്ങൾ ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിക്രിയകൾ, ഇപ്പൊ പ്രത്യേകിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ അശുദ്ധി ബാധിക്കാൻ ഇടയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാലാനുസരണമായി മാറ്റം വരുത്തേണ്ട ആചരണങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥവരികളുണ്ട് എന്നൊക്കെ നമുക്ക് തന്നെ അഭിപ്രായമുള്ളതാണ്. എന്നിരുന്നാൽ പോലും ആർക്കും ഉപദ്രവമില്ലാത്ത, ആചരിക്കപ്പെടേണ്ട തത്വനിഷ്ഠമായിട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിലൊന്നാണ് ഇപ്പോ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പുണ്യാഹക്രിയ എന്ന് പറയുന്നത്. പുണ്യാഹം എന്ന് പറയുന്നത് കാരണം വാക്ക് അർത്ഥമാക്കുന്നതിന് പുണ്യാഹം, അർത്ഥ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ് പുണ്യാഹം, മറ്റൊരുത്തനെ അല്ല. ഇനി പുണ്യാഹം എന്ന് പറയുന്നത് ഒരു വൈദിക ക്രിയയായിട്ടാണ് പറയുക, വൈദികാചാരമാണ്. ഹിന്ദുവിന് 2 കൈവഴികൾ ഉള്ളതാണ്, തന്ത്രം, ഒന്ന് വേദം. അപ്പൊ വൈദികപരം, വേദപരമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടുള്ളതാണ് പുണ്യാഹം. പുണ്യാഹത്തിന്റെ ആചരണങ്ങളും വൈദിക പദ്ധതിയാണ്, ശുദ്ധ താന്ത്രിക പദ്ധതിയല്ല. എന്നിരുന്നാലും ക്ഷേത്രത്തിൽ ആചരിക്കപ്പെടുന്ന പുണ്യാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വൈദിക താന്ത്രിക പദ്ധതിയാണ്. വൈദികത്തിലെ പുണ്യാഹമന്ത്രങ്ങളും അതുപോലെ 4 ദിക്കുകളും ഒക്കെ ചുരുങ്ങിയത് 4 ദിക്കുകളും ചേർന്നിരുന്നു കൊണ്ട് നടത്തുന്ന താന്ത്രികമായിരിക്കുന്ന ദേഹശുദ്ധിയോട് കൂടിയിട്ടുള്ള, അതായത് ക്ഷേത്ര സംബന്ധിയായിരിക്കുന്ന ദേഹശുദ്ധിയോട് കൂടിയിട്ടുള്ള ഗണപതി നിവേദ്യ ഇത്യാദി കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പൂജാ പദ്ധതിയാണ്. അപ്പോ അതൊരു ക്ഷേത്രത്തിൽ നടത്തുമ്പോ അതൊരു വിവാദമാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന ധർമ്മവ്യവസ്ഥകളെ ചേർത്ത് വെക്കുന്ന ഹിന്ദു ധർമ്മത്തെ അതൊരു വികലമായ ഒരു വ്യവസ്ഥയാണ്, അത് ജാതീയ ഉച്ചനീചത്വം തന്നെയാണ്, അതിൽ മറ്റൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ചില ആളുകളുടെ ബോധപൂർവമായ ശ്രമമാണ്. അവിടെയാണ് ബ്രാഹ്മണിക്കൽ ഹെജമണിയും അല്ലെങ്കിൽ പറഞ്ഞ ബ്രാഹ്മണിസവും കടന്നു വരുന്നത്. ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്ന വാക്ക് നമ്മളൊക്കെ വ്യാഖ്യാനിക്കുന്നത്, നമ്മളൊക്കെ ആ രീതിയിൽ ഫോളോ ചെയ്യുന്നത് അംബേദ്കറുടെ അതേ ആശയത്തിൽ തന്നെയാണ്. മഹാനായ അംബേദ്കറുടെ പേര് പറഞ്ഞ് അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള ആളുകളെ വെച്ചാണ് ഹിന്ദു ധർമ്മത്തെ പലപ്പോഴും ആക്ഷേപിക്കുന്നത്. അംബേദ്കർ എന്നും ഫൈറ്റ് ചെയ്തത് ഹിന്ദു മതത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന, ഹിന്ദു ധർമ്മത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജാതീയ അസ്പൃശ്യതകൾക്കെതിരാണ്, അതായത് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരാണ്. ജാതീയ ഉച്ചനീചത്വം ഒരു യഥാർത്ഥ ഹിന്ദു ഇന്ന് അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ സന്ദർഭത്തില് അംബേദ്കർ ബ്രാഹ്മണിസം എന്ന് വിളിച്ചത് ഒരു ഹയറാർക്കി സംവിധാനത്തെയാണ്. നമ്മൾ താഴ്ന്നവനും അങ്ങ് വലിയവനും, അല്ലെങ്കിൽ അങ്ങ് താഴ്ന്നവനും നമ്മൾ വലിയവനും എന്നുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടും അതിന്റെ മുകളിലുള്ള അരക്ഷിതാവസ്ഥയും, അതിനെയാണ് മഹാനായ അംബേദ്കർ ബ്രാഹ്മണിസം എന്ന് വിളിച്ചത്. ഒരിക്കലും അംബേദ്കർ ഒരു ബ്രാഹ്മണ ജാതി വിഭാഗത്തെയോ അല്ലെങ്കിൽ ആ ഒരു ആചാരങ്ങൾ പിൻപറ്റുന്നവരെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആജീവനാന്ത ശത്രുവായിട്ട് മഹാനായ അംബേദ്കർ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് മഹാനായ അംബേദ്കറുടെ ആശയങ്ങളെ കടമെടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ പരമ്പരാഗതമായി വൈദികാചാരങ്ങൾ പിൻപറ്റുന്ന ബ്രാഹ്മണർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ തന്നെ അത്തരം ആളുകളെ നിരന്തരം കടന്നാക്രമിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണിസം എന്ന പ്രയോഗം പലരും ഉപയോഗിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്നത് ഈ ദലിത് ആക്ടിവിസ്റ്റുകൾ, അംബേദ്കറിസ്റ്റുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മറ്റ് മത സംവിധാനത്തിൽ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും വിപ്ലവം പറയുന്ന ആളുകൾ, ഇടതുപക്ഷ ചിന്തകളിൽ എല്ലാവരും ഇല്ല, എന്നാൽ ചില ആളുകൾ, ഇത്തരം ആളുകളൊക്കെയാണ് പലപ്പോഴും എടുത്തുയർത്തുന്നത്. അവിടെ ഈ ബ്രാഹ്മണിസം ഹയറാർക്കി സംവിധാനമാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പുലയന് പറയനോടുള്ള, പറയന് പാണനോടുള്ള, പാണന് പറയനോടോ പുലയനോടോ ഉള്ള, നായർ കീഴവനോടുള്ള, ഈഴവന് നായരോടുള്ള, പുലയനോടുള്ള ഈ ഹയറാർക്കി സംവിധാനം പറയുന്നില്ല? അപ്പോൾ ബ്രാഹ്മണിസമാണ് വിഷയമെങ്കിൽ അതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാതെ ഹിന്ദുവിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ധർമ്മത്തെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തുന്നത്. അങ്ങനെ എടുത്തുയർത്തുമ്പോൾ എന്താണ് ഹിന്ദുവിന്റെ ധർമ്മം എന്ന്, ആചരണം എന്ന്, അല്ലെ പുണ്യാഹം ഇത്യാദി കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാകാതെയാണ് ഇവരൊക്കെ പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം ഒരു ഹിന്ദുവിനുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു ആചാര്യ പക്ഷത്തേക്ക് നമുക്കൊക്കെ ഉള്ള ബോധ്യമുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യവും. അപ്പൊ ഇനി തുടർന്ന് അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഈ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത് ആരാധന്റെ പുറകിൽ നിൽക്കുന്ന എന്താണ് ഉദ്ദേശം എന്നുള്ളതാണ്. ഒരു സമയത്ത് ദലിതുകൾ, ആദിവാസികൾ ഇവരൊന്നും മോശക്കാരല്ല, ഇവരെല്ലാം ഹിന്ദു മതത്തിന്റെ ഭാഗം തന്നെയാണ്. ഹിന്ദു മതത്തിന്റെ ഭാഗമാകുന്നത് ഭരണഘടന രൂപീകരിച്ചതിന് കുറച്ച് മുമ്പ് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അതിന് ശേഷം തുടങ്ങിയതാണ്. അപ്പോൾ ഇവർ ഹിന്ദു മതസ്ഥരല്ലേ?
ഇവിടെ മതം ഉണ്ടായിരുന്നില്ല, ധർമ്മവ്യവസ്ഥയായിരുന്നു. ആ ധർമ്മവ്യവസ്ഥയിൽ ചില ഉച്ചനീചിത്വങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹിന്ദു ധർമ്മത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ സ്ഥാപിക്കുന്നില്ലേ ചോദിച്ചത് തെറ്റാണ്. ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ളതിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും പരാമർശം ഉണ്ടെങ്കിൽ ഉള്ളത് തന്നെയാണ്. അതിന്റെ ഒപ്പം നിൽക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. എന്നാൽ അതല്ലാതെ തന്നെ ഹിന്ദു ധർമ്മത്തിൽ എല്ലാവരെയും പവിത്രവും ശ്രേഷ്ഠമായി കണ്ടിരുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെയും ഗ്രന്ഥങ്ങളുണ്ട്, അതിന്റെ എല്ലാം തന്നെ രേഖകൾ ഇവിടെയുണ്ട്. അതൊക്കെ അനുവർത്തിച്ചു വന്ന ഗുരു പരമ്പരകളുമുണ്ട്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചവരല്ല അത് നമ്മുടെ നവോത്ഥാന നായകരൊന്നും. നവോത്ഥാന നായകർ എന്ന് പറയപ്പെടുന്ന പ്രമുഖരൊന്നും തന്നെ ഈ ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ളവരല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആത്മീയ പാരമ്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആത്മീയത പറഞ്ഞു കൊടുക്കുന്ന ഒരു ആത്മീയ ഗുരുപരമ്പര ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സമുദായത്തിലും ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആദിവാസിയോ ദലിതനോ ഒക്കെ മോശക്കാരനാണെന്ന് ഇവിടെ അടിവരയിട്ട് പറയാനോ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാനോ നമ്മളാരും തയ്യാറല്ല. ഇപ്പോൾ തന്നെ നമ്മൾ ദലിതിസ്റ്റുകൾ എന്നും അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയാൻ കാരണം ദലിതരുടെ അവകാശവാദങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കാരണം അവരും മനുഷ്യരാണ്. ആദിവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. എന്നാൽ അവരുടെ പേര് പറഞ്ഞ് ഏതെങ്കിലും തരത്തില് വെറും ഭിന്നിപ്പിന്റെ, വിഘടനത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്ര വിധ്വംസക പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എങ്കിൽ അതിനെ അംഗീകരിക്കാനാവില്ല. അത് പറയുമ്പോൾ തന്നെ പറയട്ടെ, നമ്മളും ഈ പറയുന്ന ദലിതുകൾക്കും ആദിവാസികൾക്കും പിന്നോക്കർക്കും മൊത്തം മനുഷ്യർക്ക് വേണ്ടി ഇടപെടുന്ന ആളാണ്. മൊത്തം മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ഇടപെട്ടതിന്റെ തെളിവാണ് മരട് ഫ്ലാറ്റ് വിഷയത്തിൽ നമ്മൾ ഇടപെട്ടത്. അന്നും പലരും നമ്മളോട് ചോദിച്ചൊരു ആത്മീയാചാര്യം എന്തിനാണ് മരട് ഫ്ലാറ്റിൽ ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു തുണ്ട് ഭൂമിയിൽ പല നിയമങ്ങൾ കൊണ്ട് കുരുക്കിൽപ്പെട്ട് ഒരു ചെറിയ കൂര വെക്കാൻ കഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യന് വേണ്ടിയിട്ടുമാണ് നമ്മൾ നിലകൊണ്ടിട്ടുള്ളത്. അന്നത്തെ കാലത്തെ വാർത്ത ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ദലിത് ആദിവാസികളുടെ വിഷയമാണെങ്കിൽ അവിടെയും തന്നെ നമ്മൾ അവരുടെ ആചാര വിഷയങ്ങളാണെങ്കിൽ അവരുടെ സ്വത്വത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതുകയും അതിനുവേണ്ടി പൊതുവേദികളിൽ സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ നിയമപരമായിട്ട് കോടതി മുഖേന പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ തന്നെ ഈ ദലിതർക്ക് വേണ്ടി സംസാരിക്കുന്നു ബ്രാഹ്മണിസം എന്ന് പറയുന്ന ആളുകൾ ഈ സംസാരിച്ച് ഭിന്നിപ്പുണ്ടാക്കിയല്ലാതെ ഇതുവരെ കോടതി വ്യവഹാരവുമായിട്ട് ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. എന്നാൽ ഈ ദലിതുകളുടെ, ആദിവാസികളുടെ, പിന്നോക്കക്കാരുടെ ആത്മീയ പാരമ്പര്യം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ ബ്രാഹ്മണരുടെയോ മറ്റു മതത്തിലുടെയോ കൈകടത്തലുണ്ടെങ്കിൽ, രാഷ്ട്രീയക്കാരുടെ കൈകടത്തലുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ രംഗത്ത് വന്നിട്ടുണ്ട്. കോടതിയിൽ ഇപ്പോഴും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് കോടതികളിൽ പോലും അത്തരം വിഷയങ്ങളിൽ നമ്മൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കേവലം ഒരു ദലിത് പ്രേമം പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കുന്ന ആളല്ല, മറിച്ച് ടോട്ടൽ മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് ധാർമ്മികമായി പോരാടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസന്റിൽ പോലും ജാതീയ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ തരം താഴ്ത്തി കാണിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ, ധർമ്മവിരുദ്ധമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നിലവിൽ ഇതുവരെയല്ല ഇപ്പോഴും നമ്മൾ ധാർമ്മികമായി സമരം ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കോടതിയിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ വിഷയത്തിലും പ്രതികരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ഇന്നലെ വരെ ഇദ്ദേഹം ദലിതുകൾക്ക് വേണ്ടി സംസാരിച്ച് ഇപ്പോൾ എന്തോ മറ്റൊരു തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ചണ്ടാളഭവ നിലകൊള്ളുന്നത്, മാനവധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ആ ധർമ്മത്തെ ഹിന്ദു ധർമ്മം തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അത് സനാതനമാണ്, ആ സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു മാറ്റവുമില്ല. പല കാര്യങ്ങളും പുറത്തു പറയാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മറിച്ച് ഹിന്ദുവിനെ ആക്രമിച്ചാൽ ശക്തമായി എതിർപക്ഷത്ത് നിൽക്കുന്ന ആരായാലും, സ്വന്തം അച്ഛനോ സഹോദരനോ മക്കളോ ഭാര്യയോ ആരുമാകട്ടെ, ശിഷ്യനോ ആരുമാകട്ടെ, അവിടെ ധർമ്മത്തിന്റെ ഭാഗത്തുനിന്ന് വിഷയങ്ങൾ വിശദീകരിച്ച് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് തുടർന്ന് അങ്ങയുടെ ചോദ്യങ്ങൾക്കും ഇതുപോലെ തന്നെ വ്യക്തമായ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും അതിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ബാബാജി, ഏതൊരു ക്ഷേത്രത്തിലായാലും ഇപ്പം അവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവിടെ ആർക്കൊക്കെ പ്രവേശിക്കാനാവും എന്നുള്ളത് അറിയാത്തവരൊന്നുമല്ല നമ്മളുടെ ഇവിടുത്തെ ജനവിഭാഗങ്ങളൊന്നും. നമ്മുടെ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഏതൊരാൾക്കും ഏതൊരു ക്ഷേത്രത്തിലും കയറാം. അവിടെ ദളിതനെന്നോ അതല്ലെങ്കിൽ ആദിവാസി എന്നോ ഗോത്രവർഗം എന്നോ ഈഴവൻ എന്നോ പറയനെന്നോ പുലയനെന്നോ ഒന്നുമില്ല എന്നിരിക്കാം, ആർക്കും കയറാം. എന്നാൽ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടി, ഒരു കുഞ്ഞു പൈതലായിക്കോട്ടെ, ഈ കുഞ്ഞു പൈതൽ അറിയാതെ ഒന്ന് മൂത്ര വിസർജ്യം നടത്തി എന്ന് കരുതുക. ഈ മൂത്രവിസർജ്യം നടത്തിയാൽ പോലും അത് ഹിന്ദു കുട്ടിയാണെങ്കിൽ പോലും അവിടെ പുണ്യാഹ കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നിട്ടും അങ്ങ് ഉദ്ദേശിച്ച പോലെ തന്നെ TS ശ്യാം എന്ന് പറയുന്ന, ശ്യാം കുമാറോ അങ്ങനെ എന്തോ വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിരന്തരം ഇത്തരത്തിലെ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നുള്ള ആ സിസ്റ്റത്തിലേക്ക് ഊന്നിക്കൊണ്ട് ഹിന്ദുവിനെ വിടാതെ ആക്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാണുന്നത്.
ഇപ്പോ ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ മൂത്രമൊഴിച്ചാൽ പോലും അറിയാതെ ഒരു കുഞ്ഞിന്റെ ഒരിറ്റു മൂത്രം ക്ഷേത്ര ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ പോലും ക്ഷേത്രത്തിനുള്ളിലാണെങ്കിൽ അവിടെ ശുദ്ധികലശം നടത്തണം എന്നുള്ളതൊക്കെ അറിയാത്ത മലയാളി അല്ല ഇവിടെയുള്ളത്. അതിന്റെ ഒരു സംവിധാനം എന്താണ്? ഇപ്പൊ ക്ഷേത്രകുളത്തിലായാലും ക്ഷേത്രത്തിനുള്ളിലായാലും ഇത്തരത്തിലുള്ള അത് ഹിന്ദുവായാലും അഹിന്ദുവായാലും നടത്തപ്പെടുന്ന ഒരു ശുദ്ധികലശം അതൊന്ന് വിവരിച്ചു കൊടുക്കാമോ? മാന്യ പ്രേക്ഷകർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു മഹത്വം എന്താണ്, അതിന്റെ സിസ്റ്റം എന്താണ് എന്നുള്ളത് കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ അങ്ങ് പേരെടുത്ത് പറഞ്ഞ മാന്യദേഹം ബഹുമാന്യ TS ശ്യാംകുമാർ അദ്ദേഹത്തിന്റെ അറിവിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെയും ഒക്കെ അദ്ദേഹത്തിന്റെ സാമൂഹ്യമുള്ള പ്രതിബദ്ധതയൊക്കെ ആദരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സംസാരിക്കുന്ന വിഷയം ആത്മീയമാകുമ്പോൾ അതിന് അക്കാഡമിക് മൂല്യത്തിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ മാത്രം പോരാ. ബഹുമാന്യ TS ശ്യാംകുമാർ നമ്മുടെ പ്രിയ സഹോദരൻ, അദ്ദേഹം തന്ത്രശാസ്ത്രത്തിൽ അതിന്റെ ശുദ്ധി ഇത്തരം കാര്യങ്ങളിൽ PhD എടുത്ത ആളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അക്കാഡമിക് ആയിട്ട് വേണ്ട ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച ആളാണ്. ആ അർത്ഥത്തിൽ അതിനെ നമ്മൾ എല്ലാവരും അഭിനന്ദിക്കുന്നു. എന്നാൽ തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്തരം വിശ്വാസ പദ്ധതികൾ എന്ന് പറയുന്നത് കേവലം അക്കാഡമിക് മാത്രമല്ല, അതിന് പ്രവൃത്തി പരിചയം കൂടി ആവശ്യമുണ്ട്. പ്രവൃത്തി പരിചയത്തിലേക്ക് എത്തുമ്പോഴാണ് ആചരണങ്ങളുടെ തത്വജ്ഞാനം മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹം തന്നെ ഉദാഹരണത്തിനാണത് രാമായണ എഴുത്തച്ഛന്റെ രാമായണത്തിൽ ബ്രാഹ്മണരുടെ പാദധൂളികൾ കൊണ്ട് ഞങ്ങളുടെ അഹതാരം ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന രാമായണം 30 ദിവസം പാരായണം ചെയ്യുന്നത് ഈ ബ്രാഹ്മണ്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സംവിധാനമാണ്. ഇപ്പൊ ഈ ഹിന്ദുയിസം, ഈ സനാതന ധർമ്മം അതാണോ വേണ്ടേ, അത് ദലിതർക്ക് വേണോ എന്ന് ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അർത്ഥതലം ചിന്തിക്കുന്ന സമയത്ത് ശരിയാ, ബ്രാഹ്മണന്റെ കാലിലെ പൊടി അതിനെ സ്തുതിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ബ്രാഹ്മണൻ എന്നുള്ളതിന് ആരെന്ത് വ്യാഖ്യാനം കൊടുത്താലും അതിന്റെ അർത്ഥതലങ്ങൾ, ഇപ്പൊ ജന്മബ്രാഹ്മണൻ, മലയാളി ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ് ദേവസ്വം ബോർഡ് ഇവിടുത്തെ നമ്പൂതിരിമാരല്ല കൈകാര്യം ചെയ്യുന്നത്. ഇനി അല്ല ആണെങ്കിൽ തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു സർക്കാർ സംവിധാനമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, കോടതി വ്യവഹാരങ്ങളുണ്ട്. ഈ പറയുന്ന ആളുകളൊന്നും പോയി നമ്മൾ കാണുന്നില്ല. നമ്മൾ പല കാര്യത്തിലും കോടതിയിൽ ഇപ്പോഴും പോയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, കാരണം ഭരണഘടനാപരമായിട്ട് ചോദ്യം ചെയ്യണം. അപ്പൊ കാരണം ഇത് ഭരണഘടനയാണ് ഇവിടെ, അല്ല മനുസ്മൃതിയല്ല. ഇവര് കുറ്റം പറയുന്ന മനുസ്മൃതിയല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ന്, ഇവരതാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞ ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിനൊക്കെ ആധാരമായി വർത്തിക്കുന്ന മാറ്റർ എന്താണോ, അതിന് ഒരു മൺകുടം ഉണ്ടാക്കാൻ ആധാരമായിരിക്കുന്ന കളിമണ്ണ്, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണം ഉപയോഗിക്കുന്നത് പോലെ ഇതിനൊക്കെ ആധാരമായിരിക്കുന്നത് എന്തോ ആ ഇതിനെ വിളിക്കുന്ന, മുസ്ലിങ്ങൾ അതിനെ അള്ളാഹ് എന്നാവും വിളിക്കുക, യഹൂദരെ യഹോവ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. അതിനെ ഹിന്ദു വൈദിക ധർമ്മം വിളിക്കുന്നത് ബ്രഹ്മ എന്ന പദമാണ്. ആ ബ്രഹ്മത്തെ കുറിച്ച് ആത്യന്തികമായി സകലത്തിലും സ്ഫുരിക്കുന്നത് ഒരേ ചൈതന്യം തന്നെ എന്ന് ആരറിയുന്നുവോ അവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്, അറിയുന്നവരെയാണ് വിളിക്കുന്നത്. ആ അറിയുന്നവരൊന്നിനും ഭേദബുദ്ധി കാണില്ല. അത് ഏത് സമുദായം എന്നുള്ളതല്ല, ഏത് സമുദായം എന്നുള്ള ആ ജ്ഞാനം ആരിലുണ്ടോ ആ ജ്ഞാനമുള്ളവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കേണ്ടത് എന്നാണ് അതിന്റെ യഥാർത്ഥ ബോധ്യവശം. ആരെന്തെഴുതിയാലും എല്ലായിടത്തും ഒരേ എഴുത്തല്ല ഉള്ളത്. ബ്രാഹ്മണൻ താന്ത്രികനായിരിക്കുന്ന ബ്രാഹ്മണനും വൈദികനായിരിക്കുന്ന ബ്രാഹ്മണനും ശാക്തേയ ബ്രാഹ്മണനും ശൈവ ബ്രാഹ്മണനും വൈഷ്ണവ ബ്രാഹ്മണനും ഗാണപത്യ ബ്രാഹ്മണനും, ഇനി അല്ല ആദിവാസി സമ്പ്രദായത്തിന്റെ മലബാര ബ്രാഹ്മണനും ഒക്കെ സമ്പ്രദായം കൊണ്ട് വ്യത്യസ്തരാകുമ്പോഴും ആത്യന്തികമായി ബോധ്യപ്പെടുന്ന ആ സത്യത്തെ ബോധ്യപ്പെട്ടാൽ അവിടെ പറയുന്നവരാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ സകലത്തിൽ എന്തേ കാണുള്ളൂ, സർവം ഖല്ലിതം ബ്രഹ്മ ഈശാവാസമിതം സർവം എന്നുള്ളത് അങ്ങനെയുള്ളവരുടെ വായിൽ നിന്ന് വന്നാണ്. അങ്ങനെയുള്ളവർക്ക് ഭേദബുദ്ധിയില്ല. അങ്ങനെയുള്ളവരുടെ പാദധൂളികളെ കൊണ്ട് നിങ്ങളുടെ അന്തരംഗം ശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോ പാദധൂളി, പാതുക എന്നൊക്കെ പറഞ്ഞാൽ ആത്മീയ അർത്ഥത്തിൽ പാതുക എന്ന് പറഞ്ഞാൽ ചെരുപ്പല്ല. ആരാണോ ഗുരു, ആരാണോ ഋഷീശ്വരൻ, ആരാണോ മുനീശ്വരൻ, ആരാണോ ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, എന്നാൽ പോലും അറിയാൻ വേണ്ടി പറയാണ്. അങ്ങനെയുള്ളവരുടെ പാത, അവര് കൊണ്ടുനടക്കുന്ന പാത എന്നർത്ഥമാണ് പാതകം ചെരുപ്പിനുള്ളത്. അപ്പോഴുടെ പാദധൂളി എന്ന് പറഞ്ഞാലോ അവരുടെ പാതയിൽ അവരെ ആ ബ്രാഹ്മണനാക്കിയ ആ പാത എന്തോ ആ പാദധൂളി പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിന്റെ സൂക്ഷ്മമായ കണ്ടന്റ്, ആ വേദത്തിന് അവര് മുന്നോട്ട് വെച്ചെന്താ വേദങ്ങളാണ് കൈകാര്യം ചെയ്തത്. ആ വേദങ്ങളുടെ കണ്ടന്റ് അല്ല വേദങ്ങളുടെ സാരാംശം എന്തോ ആ സാരാംശം കൊണ്ട് ഞങ്ങളുടെ അന്തരംഗങ്ങളെ ശുദ്ധീകരിക്കണേ എന്നാണ് അതിന്റെ ആത്മീയാർത്ഥം. അതാണ് ഇത് പ്രാക്ടിക്കലി മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഇത് അക്കാഡമിക് പഠിച്ചാൽ ശരിയാവില്ല.
വ്യാഖ്യാനിച്ചാൽ ശരിയാവില്ല. വ്യാഖ്യാനിക്കുന്ന ഭിന്നിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒട്ടും ശരിയാവില്ല. അങ്ങനെയുള്ള പാദധൂളി എന്താ? അവിടെയാണ് ഋഗ്വേദത്തിന്റെ ഈ ആത്യന്തികമായിട്ടുള്ള അതിന്റെ സാരാംശമാണ് പ്രജ്ഞാനം ബ്രഹ്മ. നമ്മളുടെ ബോധം, നമ്മളുടെ ജ്ഞാനം, ഇതൊക്കെ തന്നെയാണ് ബ്രഹ്മം. തത്വമസി ഇല്ലേ? സാമവേദം തത്വമസി, അയമാത്മ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, യജുർവേദീയം. ഇങ്ങനെയുള്ള ആ തത്വം കൊണ്ട് നമ്മളൊക്കെ ബ്രഹ്മം തന്നെയാണെന്ന ആ സൂക്ഷ്മമായ കണം കൊണ്ട് നമ്മുടെ ഉള്ളുകൂടി ശുദ്ധീകരിക്കണം. അപ്പൊ എന്തായി? നമുക്കും ഭേദം ഉണ്ടാവില്ല. അങ്ങനെ ആ അറിവിനെ ആരാണോ നമുക്ക് തരുന്നത്? ഒരു വണങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ തെറ്റുള്ളേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റെന്താ? കേൾക്കുന്ന ദലിതനും അല്ലെങ്കിൽ നമ്പൂതിരിക്കും നായർക്കും മുസ്ലിമിനും ഒക്കെ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഇങ്ങനെയൊക്കെ ഹിന്ദു ധർമ്മം പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? ബ്രാഹ്മണന്റെ പാദം പൊടി, കാലത്ത പൊടി ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കണമെന്ന് ഇപ്പോൾ ഈ വ്യാഖ്യാനിക്കുന്ന ഇത്തരം ആളുകൾക്ക് തോന്നുന്ന അതേ ചിന്താഗതി ഇന്നലകളിൽ ചില ആളുകൾക്ക് തോന്നിയത്. അപ്പൊ അവരത് ഫോളോ ചെയ്തു. ആ ഫോളോ ചെയ്തതാണ് ശരി എന്നാണ് ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഹിന്ദു ധർമ്മത്തിലെ ആചാര്യന്മാരൊന്നും തന്നെ അതല്ല. ഇവൻ ശങ്കരാചാര്യ സ്വാമികൾ മനീഷാ പഞ്ചകം എഴുതിക്കൊണ്ട് ചണ്ടാളോത്തു സതുദ്ജോത്തു ഗുരുത്യഷ മനീഷ മമ, ചണ്ടാളനാവട്ടെ ദുജനാവട്ടെ ആരുമാകട്ടെ അവരെല്ലാം ജ്ഞാനം കൊണ്ട് എനിക്കറിവിനെ നൽകുന്നു എങ്കിൽ അവരൊക്കെ എനിക്ക് ഗുരുവാണ്, അവരെയൊക്കെ വന്ദിക്കുന്നുണ്ട്, കാലോട്ട് വന്ദിക്കുക. അപ്പൊ അവിടെ ഈ പറയപ്പെടുന്ന ദുർവ്യാഖ്യാനം, പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹം PhD ആണ്, ഡോക്ടറാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്തോ. അപ്പൊ അത് അക്കാഡമിക് ആണ്. ഇപ്പൊ നമ്മൾ അക്കാഡമിക് സർട്ടിഫിക്കറ്റ് നമുക്ക് തന്ത്രത്തില് നമ്മൾ തന്ത്രവിദ്യയുടെ കോഴ്സ് കഴിഞ്ഞ ആളുകളാണ്. പിന്നെ അതിന്റെ ഹയർ ആണ് പൂർണ്ണ ദീക്ഷ, അത് നേടിയ ആളാണ്. ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ നമ്മൾ തന്ത്രി ആചാര്യനായിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവാണ് കേവല അക്കാഡമിക് അല്ല, പ്രാക്ടിക്കലിയാണ്, വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പുണ്യാഹം? അപ്പൊ അങ്ങ് ചോദിച്ചു, ഈ എന്താ പറയാ, മൂത്രം ഒഴിച്ചാൽ, കുട്ടികൾ മൂത്രം ഒഴിച്ചാൽ പോലും പുണ്യാഹം ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? ഹിന്ദു കുട്ടികളാണെങ്കിലും വേണ്ടേ എന്നുള്ളത് ചോദിച്ചു. അത് പറയുമ്പോൾ തന്നെയാണ് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ പറയുന്ന പെൺകുട്ടി അടക്കം കയറിയ സമയത്ത്, ഇത് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫോട്ടോ എടുക്കലും കേക്ക് മുറിക്കലും പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റു പല ക്ഷേത്രങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്നത് PC ജോർജും മകനും ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ ക്ഷേത്രത്തിൽ കയറുന്നുണ്ടല്ലോ, പുണ്യാഹം ചെയ്യുന്നില്ലല്ലോ. വിശ്വാസിയാണെങ്കിൽ പുണ്യാഹം ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന്. മറിച്ച് എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആചാരങ്ങളും നിഷ്കർഷിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ക്ഷേത്രത്തിലും വ്യത്യാസമുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തയായിട്ടുണ്ട് ആചാര്യന്മാരുടെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോ വമ്മിയൂര് ചിലപ്പോ ഇത് ചെയ്തോണമെന്നില്ല, മറ്റോടെ ചിലപ്പോൾ ചെയ്യണം. രണ്ടും തന്ത്രം വ്യത്യാസമുണ്ട്. താരനെല്ലൂരായിരിക്കാം, അപ്പുറത്ത് ചേനാസായിരിക്കാനൊക്കെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ പുതിയ നവതന്ത്രിമാരും ആയിരിക്കാം. അപ്പൊ എന്താണ് പുണ്യാഹം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് പറഞ്ഞു വന്നത്. ഒന്ന്, ക്ഷേത്രത്തിലേക്ക് എൻട്രി ചെയ്യാൻ 1965 വേർഷിപ്പ് ആക്ട് ഉണ്ട്. വേർഷിപ്പ് ആക്ട് കൊണ്ടുവരാൻ കാരണം വെച്ചാൽ 1947 ഓഗസ്റ്റ് 15 അതിനുശേഷമൊക്കെ ഉണ്ടാക്കുന്ന ഭരണഘടനാ സംവിധാനം തുല്യതയാണ്, മതസ്വാതന്ത്ര്യ തുല്യതയാണ്. പിന്നെ ആർട്ടിക്കിൾ 15, 16, 17 ഒക്കെ ഈ ഐത്തമാചരണം പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന നിയമമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതൊരു മനുഷ്യനും, പ്രത്യേകിച്ച് ഈ 15 എന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 15 എന്ന് പറയുമ്പോൾ പൊതുസ്ഥലത്തുള്ള പ്രവേശനം മനുഷ്യരോട് നിരോധിക്കുന്നത്, വേണ്ടാന്ന് പറയുന്നത് ഐത്തം ആചരിക്കുന്നതാണ്. മനസ്സിലാക്കി? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ആർട്ടിക്കിൾ 16, 15, 17 ഒക്കെ വരുമ്പോ, ഭരണഘടനാപരമായിട്ട് വരുമ്പോ ഏതൊരാൾക്ക് ഏത് മത ആരാധനകേന്ദ്രം പോകാനാവും. അപ്പൊ ആ മതം പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള വിഷയം എന്താ വെച്ചാൽ ആ സമ്പ്രദായം അല്ല. അപ്പൊ നമുക്ക് വിശുദ്ധ മക്ക ഷെരീഫിലേക്ക് എത്രയോ കിലോമീറ്ററോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ് മറ്റു മതസ്ഥർക്ക് പോകാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അവരുടെ ആചാര വിശ്വാസമാണ്, നമ്മളത് ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ മുസ്ലിങ്ങൾ തന്നെ ഒന്നെടുത്തു കഴിഞ്ഞാൽ അവർ ശുദ്ധി ചെയ്യുന്നൊരു പരിപാടിയില്ല. അതെടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളെ തൊടാൻ പറ്റില്ല എന്നൊരു വിശ്വാസം നമുക്ക് നേരിട്ട് ബോധ്യം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഒരു വീട്ടിൽ തന്നെയുള്ള ആൾക്കാർ തൊടാത്തത് നേരിട്ട് ബോധ്യമുള്ള കാര്യം. ഇത് ഹിന്ദു ധർമ്മത്തിലുണ്ട് ആചമനം എന്നാ പറയുക. അപ്പൊ ഇതൊക്കെ ഓരോ വിശ്വാസങ്ങൾ. ആ വിശ്വാസങ്ങളെ മറികടന്നുകൊണ്ട് മറ്റൊരാൾ അവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തെ വികലപ്പെടുത്തും. അത് ഭരണഘടന നിയമങ്ങൾക്ക് മൗലികാവകാശങ്ങൾ എതിരാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തെ അതുകൊണ്ടാണ് 1965 ടെമ്പിൾ എൻട്രി ആക്ട്, അത് വേർഷിപ്പ് ആക്ട് വരുന്നത്. വേർഷിപ്പ് ആക്ട് പ്രകാരമാണ് നമ്മൾ ഏതൊരാളാണ് ഏത് ആരാധന, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിന്റെ വേർഷിപ്പ് ആരാധനാ കേന്ദ്രത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഹിന്ദു മതത്തിന്റെ ആരാധനാ കേന്ദ്രത്തിൽ സിഖ്, ജൈന, ബൗദ്ധ മുതലുള്ള ഹിന്ദു മതത്തിലെ എല്ലാ സമുദായം, ഇത് ഹിന്ദു മതത്തിൽ അടർന്നു പോയിട്ടുള്ള ഭാരതീയമായിട്ടുള്ള ദർശനങ്ങളാണ് ഈ 3 ബാക്കിയുള്ളത് ഹിന്ദു മതത്തിൽ ഇന്നലെ വരെ ആരെങ്കിലും ഈ ബ്രാഹ്മണിസ് അല്ലെങ്കിൽ വൈദിക മതം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഹിന്ദു മതം ഉണ്ടെങ്കിൽ അതും കൂടാതെ ആദിവാസി, ദളിത്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ഇവരെ കൂടി ചേർത്താണ് ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നത്. ദ റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നാണ് ഭരണഘടനാർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ നിയമം ആധാരത്തിൽ പറയുന്നത്, വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ഹൈന്ദവർക്കെല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിന്റെ വകഭേദങ്ങളിലേക്ക് ഒരു പൂജാരി പോകേണ്ടത് പൂജാരി പോയാൽ മതി, അല്ലാത്തതൊക്കെ പ്രവേശിക്കാം എന്നുള്ള ഒരു നിയമമാണ് വേർഷിപ്പ് ആക്ട്. മറ്റ് മതസ്ഥർക്ക് ഒരു തരത്തിലും തന്നെ വേർഷിപ്പ് ആക്ട് ക്ഷേത്രത്തിന്റെ
കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ അധികാരം നൽകി. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ചില ക്ഷേത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബിംബം മുതല് അതിന്റെ മര്യാദ വരെയുള്ള, മര്യാദ എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടാണ്. മര്യാദയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് മതിൽക്കെട്ടിന്റെ പരിധിയിൽ നിൽക്കുക എന്നുള്ളതാണ് അർത്ഥം സാധാരണ നമ്മൾ പറയുമ്പോൾ. ഇപ്പൊ ഒരു ബിംബം തൊട്ടിട്ട് മര്യാദ വരെ നിൽക്കുന്ന ഒരു വലിയൊരു ഭാഗമാണ്. സാധാരണ ക്ഷേത്രങ്ങൾക്ക് ഒരു ചുറ്റമ്പലമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചപ്രാകാര വിന്യാസമാണ്. 5 ആഭരണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. സാധാരണ ഒരു ഗേറ്റ് ഉണ്ടായിരിക്കും, അതിലുണ്ടായിരിക്കും. പിന്നെ കൂടാതെ നേരെ ചുറ്റമ്പലമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന വിധാനമാണുള്ളത്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ സപ്തപ്രാകാരം പോലുള്ള ഒരു വിശാലമാണ്. ഒന്നുകൂടി വിളക്കും മാടൻ ഗോപുരം മര്യാദ മഹാമര്യാദയൊക്കെ ഒരു സംവിധാനമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ, അപ്പൊ ഏകദേശം ഗോപുരത്തിന്റെ ഉള്ളിലൊക്കെ തന്നെയാണ് അതിന്റെ കുളമൊക്കെ വരുന്നത്. അതൊക്കെ ക്ഷേത്രേശന്റെ ക്ഷേത്രം എന്താ? ഇതം ശരീരം. അവിടെ ഭഗവാൻ മഹാവിഷ്ണു ആയാലും കൃഷ്ണനായാലും ശരി, ആ ആരാധിക്കപ്പെടുന്ന ദേവതയുടെ ശരീരമാണ് ക്ഷേത്രം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യബുദ്ധിയ ശരീരം. ആ ശരീരം ആ ദേവതയുടെ ആവുമ്പോൾ ഒന്നേ പരമായിരിക്കുന്ന സത്യത്തെ ഹിന്ദു ഈശ്വരൻ എന്നാണ് വിളിക്കുന്നത്, നാശമില്ലാത്ത എന്നാണ് വിളിക്കുന്നത്. മറ്റത് ദേവത എന്നാണ് പറയുന്നത്. ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിവ്യപ്രകാശം, അതൊരു പ്രത്യേക വിന്യാസത്തോട് കൂടിയിട്ട് ഒരു മാനുഷികമായിരിക്കുന്ന എല്ലാ സ്വഭാവ ഗുണങ്ങളോടുമുള്ള ഒരു ദൈവിക ചൈതന്യമാണ്. പരിപൂർണമായ ഈശ്വര സംവിധാനം അല്ല. ഈശ്വരാംശത്തെ ഒന്നിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിന്റെ ആ സൂര്യനെ നേരിട്ട് നമുക്ക് അടുത്തേക്ക് ചെന്നാൽ കരിഞ്ഞു പോകുന്ന എല്ലാവർക്കും അറിയാം. അത് വേനൽക്കാലത്ത് പോലും നമുക്ക് ചിലപ്പോൾ ഗവൺമെന്റ് പോലും പറയും പുറത്തിറങ്ങരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പരമായ സത്യത്തെ ഈ മാനവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട്, ജന്തുജാലങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേക സംവിധാനത്തെ ഒതുക്കുന്ന ഒരു താന്ത്രിക വിധാനമാണ് ക്ഷേത്രം. അപ്പൊ അത് ദേവത എന്നാ പറയാ. ആണായാലും പെണ്ണായാലും ദേവത എന്നാ പറയാ. ആ ദേവതയുടെ ശരീരമാകുമ്പോൾ ആ ദേവതയ്ക്ക് ഒരു ആചാരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കാം. ആ ആചാരപ്രകാരം ഇപ്പോൾ ഒരു മുസ്ലിം നിസ്കരിക്കുന്നു, 5 നേരം നിസ്കരിക്കുന്നു. അത് അവനെ ആ ഒരു ചര്യയിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ എന്താണ്, അവനൊരു ചൈതന്യ, ഒരു ഗുണം, ഈശ്വരാനുഗ്രഹം അവൻ വിശ്വസിക്കുന്നു. ഒരു ക്രൈസ്തവൻ അവന്റെ ആചാരത്തിൽ പോകുമ്പോൾ അവനുണ്ട്. എല്ലാ മതസ്ഥർക്കും ഇത് പറഞ്ഞ പോലെ ഹിന്ദു ധർമ്മത്തിൽ വിവിധങ്ങളായ സമ്പ്രദായത്തിൽ ഏത് സമ്പ്രദായമാണോ ആ സമ്പ്രദായത്തിന് ദിനചര്യ ആവർത്തിച്ചു പോകുമ്പോൾ അവിടെ ഒരു ചൈതന്യം ഉണ്ടായി വരും. ആ ചൈതന്യം മറ്റുള്ളവർക്ക് പ്രവഹിക്കും. ആ ചൈതന്യം കൃത്യമായി പോകണമെങ്കിൽ ആ നിഷ്ഠ, ആചാര്യ തപ ആംനായ ജപ നിയമേനച്ച എന്നൊക്കെയുള്ള പ്രമാണങ്ങളുണ്ട്. ഒരു നിയമപ്രകാരമായിരിക്കണം ഈ വൈദിക ക്രിയകളൊക്കെ നടന്നു പോകേണ്ടതാണ്. ആചാര്യ തപസ്സും ഉണ്ടായിരിക്കണം. പിന്നെ ഉത്സവാദി അന്നദാനശ്ച, ഉത്സവം അന്നദാനത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഈ സന്ദർഭത്തിൽ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കഞ്ഞി കുടിക്കാന്ന് കരുതുക, അതിന് പെട്ടെന്നൊരു കല്ല് അടിച്ച് എങ്ങനെ ഉണ്ടാവും? പ്രശ്നമായില്ലേ? അപ്പൊ അത് പറഞ്ഞ പോലെ ഇതിൽ ഈ ധർമ്മത്തിന്റെ ഭാഗമല്ലാത്ത, ഈ നിഷ്ഠയുടെ ഭാഗമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കടന്നു വന്നാൽ അതിൽ കലർപ്പ് വരികയും ചൈതന്യക്ഷയം ഉണ്ടാവുകയും ചെയ്യും. ഈ കല്ല് അടിക്കുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെ കുട്ടി മൂത്രം ഒഴിച്ചാൽ അവിടുത്തെ ആചാരത്തിൽ കുട്ടിയുടെ മൂത്രം പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ള അതിന്റെ കാര്യം. മൂത്രവും മലവും ചോരയൊന്നും അവിടുത്തെ ആചാരം പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കോമരുള്ള ക്ഷേത്രത്തിൽ ചിലപ്പോ രക്തം അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആളുടെ രക്തം വീണാൽ കുഴപ്പമില്ല, കോമരത്തിന്റെ രക്തം വീഴാം, പ്രത്യേക സന്ദർഭങ്ങളിൽ വീഴാം, കോഴിച്ചോര വീഴാം, ആടിന്റെ ചോര വീഴാം, പോത്തിനെ കൊടുക്കുന്നവർക്ക് പോത്തിന്റെ ചോര വീഴാം. അതൊക്കെ കാമാക്കി പോലുള്ള ക്ഷേത്രങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അത് പറ്റില്ല. അപ്പൊ ഇതാണ്. അപ്പൊ അങ്ങനെ ആ നിഷ്ഠ പറഞ്ഞിരിക്കുന്ന ആ ഒരു ദ്രവ്യം അല്ലെങ്കിൽ എന്തൊരു വസ്തുവോ അവിടെ പതിച്ചാൽ, അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങൾക്ക് പരിധിയുടെ പുറത്തുനിന്നുള്ള ആളുകൾ അവിടേക്ക് പ്രവേശിച്ചാൽ ആ ചൈതന്യക്ഷയം ഉണ്ടാകുമ്പോൾ അവിടെ എന്തോ മൈനസ് ആയല്ലോ, റെഡ്യൂസ് ആയല്ലോ. ഇതിനെ പ്ലസ് ചെയ്ത് ചേർക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംവിധാനം വേണം. ആ പ്ലസ് ചെയ്യണമെങ്കിൽ എന്ന് പറയുമ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ അവിടെ ചേർത്ത് വെക്കുക. അപ്പൊ നിങ്ങളൊരു കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന, ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ മിസ്സായി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്താൽ തന്നെ ഫുള്ളാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ ആപ്ലിക്കേഷൻ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യണമെങ്കിൽ വേറെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഹാർഡ്വെയർ വെച്ചിട്ട് എന്തെങ്കിലും സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങളത് സംഭവം ചെയ്യും. നിങ്ങൾ ഇത് പറഞ്ഞ പോലെയാണ്. ഇതിന് വേണമെങ്കിൽ എന്ത് വേണം? ആ ചൈതന്യക്ഷയം ഉണ്ടായാൽ ആ ചൈതന്യക്ഷയം പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തൊക്കെ മന്ത്രങ്ങളാണോ ചേർക്കേണ്ട വെച്ചാൽ ആ മന്ത്രങ്ങളെ അവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാന്ന് പറയുന്ന ഒരു ഉപാധി വേണം. ആ ഉപാധിയാണ് ജലം. ജലത്തെ വേദം പറയാ അപ്പ് എന്നാണ് പറയാ. അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സർവദേവതാം എന്നാ പറയാ. ആപോ ഭൈ സർവദേവതാം. ആപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവദേവതകളാണ്. ആപ അന്നഹ. ആപ എന്ന് പറഞ്ഞാൽ അന്നമാണ്. അപ്പൊ അങ്ങനെയുള്ള ജലത്തിന്റെ ഉപാധിയിൽ കൂടി ജലത്തിൽ മന്ത്രങ്ങൾ തൊട്ട് ന്യസിച്ചേ, അതിന് 4 ആളൊക്കെ ഇരിക്കും. അപ്പൊ അങ്ങനെ തൊട്ട് ന്യസിച്ചേ മന്ത്രപൂരിതമായ ജലം അവിടെ തളിക്കുന്നതോടുകൂടി ആ പോയ കാര്യം അവിടെ കൃത്യമായി ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോ നമ്പൂതിരിയുടെ കുട്ടി മൂത്രം ഒഴിച്ചാലും അങ്ങനെ തന്നെ. അപ്പൊ ചോദിക്കും, ഈ പെൺകുട്ടി പ്രദേശം മനുഷ്യരല്ലേ? ഇവിടെയാണ് മനുഷ്യരെന്നെയാണ്, അതിനൊരു സംശയമില്ല. വസുദൈവ കുടുംബകം പറയുന്ന ഹിന്ദുവിനെ
അല്ലെങ്കിൽ എന്താ പറയാ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഹിന്ദു ധർമ്മം എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. ലോകത്തിലെ സകർക്ക് സുഖം ഭവിക്കട്ടെ എന്ന് പറയുമ്പോ തന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ഒരു വിരോധവും ഇല്ല ഗുരുവായൂരപ്പന്. അവിടുത്തെ ആചരണ പദ്ധതിയുടെ ഭാഗമല്ല ആ കുട്ടി. അതുകൊണ്ട് വെച്ചാൽ ആ കുട്ടി കയറിയോണ്ട് ദോഷമൊന്നുമില്ല, ആ കുട്ടിക്ക് അറിയുണ്ടാവില്ല, അല്ലെ അറിഞ്ഞിട്ട് കയറിയതാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അത് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഉപദ്രവിച്ചുകൊണ്ടല്ല, ഈ നിഷ്ഠയോട് വിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവിടെ എത്ര കോടിക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ അവർക്ക് അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ട ആ മന്ത്രങ്ങളെ കൊണ്ട് അവരത് ചെയ്ത് അവിടെ തളിക്കും. അവിടെയാണ് അവിടെ സാധാരണ യജുർവേദീയവും ഋഗ്വേദീയവുമായിട്ടൊക്കെ പുണ്യാഹ മന്ത്രങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ പുണ്യാഹം കളിക്കുക പുണ്യാഹം അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ കളിക്കല്ല. അതിനെ തന്നെ അപ്പൊ യജുർവേദിക്കും ഋഗ്വേദിക്കും മന്ത്രങ്ങൾക്കും ആചാരങ്ങൾക്കും വ്യത്യാസമുണ്ട്, അവരെ നിത്യാചാരത്തിൽ വ്യത്യാസമുണ്ട്, അപ്പൊ അവര് തന്നെ വ്യത്യാസമുണ്ട്. നോക്കിയപ്പോ വൈദികന്മാർ തന്നെ വ്യത്യാസങ്ങളുടെ ആചാരത്തിൽ. അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ വൈപുല്യം, അല്ലെങ്കിൽ ഈ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇതിന്റെ മഹാസാഗരം അങ്ങനെ കിടക്കുന്നേ. ഇത് അറിയാണ്ട് അക്കാഡമിക്കായിട്ടുള്ള ആളുകൾ ആക്ഷേപിക്കാൻ വേണ്ടി വേണം. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഋഗ്വേദീയമായ മന്ത്രങ്ങളും യജുർവേദീയമായ മന്ത്രങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പൊ യജുർവേദിയൊക്കെ ആകുമ്പോൾ ദധിക്രൗണ അകാരിഷം തുടങ്ങിയിട്ട് അവർ തുടങ്ങിപ്പോകും ചിലപ്പോൾ. ഈ ഋഗ്വേദീയമാണെങ്കിൽ അപോഹിഷ്ടാമയോ ഭുവസ്ഥാനൂർദേവതാദന മഹേരനായ രക്ഷസയുണ്ടും കളിക്കാൻ ഏകദേശം 10-48 ഋക്കുകളോട് കൂടിയിട്ടുള്ള മന്ത്രമാണ് ഈ പുണ്യാഹ മന്ത്രം എന്ന് പറഞ്ഞ സാധാരണ വ്യവഹരിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ സാമാന്യ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചൈതന്യം ഉണ്ടാകണം, ഞങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകണം, നമുക്ക് എല്ലാവർക്കും സുഹൃതം ഉണ്ടാകണം, അങ്ങനെ ലോകത്തിന് നന്മ വരാൻ വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പുണ്യാഹ മന്ത്രങ്ങൾ. അതിലൊരിക്കലും ഞങ്ങൾ നമ്മൂരിമാരും മാത്രം ശ്രേഷ്ഠരാണ്, മറ്റുള്ള ദലിതനും ആദിവാസി അല്ലെങ്കിൽ കയറി വന്ന മുസ്ലിമും ക്രിസ്ത്യാനിയും അധകൃതരാണ്, മോശക്കാരാണ്, നിന്ദ്യരാണ്, അവരൊക്കെ പണ്ടാരടങ്ങണമെന്നുള്ള പ്രാർത്ഥനയൊന്നും ഇതിലില്ല. കാരണം എന്താണ്? എത്രയോ കാലം മുമ്പ് ഉണ്ടായപ്പോ ഈ ഒരു ദലിതും ആദിവാസി സംവിധാനം അന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഇന്നത്തെ സിസ്റ്റം. അതുകൊണ്ട് എന്താ വെച്ചാൽ സാമാന്യേന നഷ്ടപ്പെട്ട ചൈതന്യത്തെ ചേർത്ത് വെക്കുന്ന ഒരു വൈദിക പ്രക്രിയയാണ്. ശുദ്ധതന്ത്രത്തിന്റെ വിന്യാസം വ്യത്യാസമുണ്ട്, ഇത് വൈദികതയോട് കൂടിയിട്ടുള്ള തന്ത്രമാണ്. അങ്ങനെ ചോദ്യത്തിനുള്ള ഉത്തരമായി ഏകദേശം ഈ ഒരു ഇതെന്ന് കരുതുകയാണ് നമ്മളില്ലെങ്കിൽ ചോദ്യം. യെസ്. മറ്റൊന്നാണ് ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച TS ശ്യാംകുമാർ എന്ന് പറയുന്ന ബഹുമാനീയ വ്യക്തി. അദ്ദേഹത്തിന്റെ അറിവിനെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയോ നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ നമ്മളുമായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു പ്രത്യേക മതത്തിനെതിരെ മാത്രം സെലക്റ്റീവ് ആയിക്കൊണ്ട് പറയുന്നതിനെതിരെ നമ്മൾ എടുത്ത് പറയേണ്ടതല്ലേ. കാരണം നമ്മൾക്കറിയാം, ഇപ്പൊ ഇവിടെ കമന്റ് ഇട്ട് മെഴുകുന്ന ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട്, ക്രിസ്ത്യൻ നാമധാരികളുണ്ട്, ഹിന്ദു നാമധാരികളുണ്ട്. അതാരാണ് എന്ന് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. കാരണം ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഒരു സ്ത്രീയെ കയറ്റാൻ ആ ഒരു പെർമിഷൻ കൊടുക്കാൻ കഴിയാത്തവരാണ് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഹിന്ദു ആചാരപ്രകാരമുള്ള ഈ പുണ്യാഹത്തിനെതിരെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു ഐഷ സുൽത്താന എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ ആ ഒരു സിനിമ നടി, അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തക എന്നൊക്കെ അവകാശപ്പെടുന്ന ആ സ്ത്രീ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ജാസ്മിന്റെ കാല് തൊട്ടാൽ എന്താണ്, അതാവുമോ ഇതാവുമോ, അവിടെ ചെയ്യേണ്ടത് ശുദ്ധീകരണമല്ല, അവിടെ തളിക്കേണ്ടത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കലക്കേണ്ടതാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകൾ. അവരോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മതത്തിലുള്ള സ്ത്രീകൾക്ക് നിങ്ങളുടെ മുസ്ലിം പള്ളിയിൽ ആരാധന വാങ്ങിക്കൊടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇത് മാറ്റിവെച്ചേക്കാം. ഈ TS ശ്യാംകുമാറിലേക്ക് തിരിച്ചു വരാം. ഇദ്ദേഹം അടക്കമുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകൾ, അപ്പൊ ദളിത് ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, ഏത് ഇസത്തിന്റെ കീഴിലുള്ള ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, ഇവരൊക്കെ ആകെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഹിന്ദു മതം എന്ന് പറയുന്ന ഈ മതത്തെ മാത്രമാകുമ്പോൾ അതിലെ ആ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ പച്ചയ്ക്ക് വെളിപ്പെടുത്തി പറയേണ്ടത് തന്നെയല്ലേ ബാബാജി? എങ്ങനെയാണ് അതിലെ ഒരു വീക്ഷണം വരുന്നത്? അറിയോ, ഒന്ന് നമുക്ക് എന്താ വെച്ചാൽ ഈ വരുന്ന കമന്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ കമന്റ് ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മള് മാന്യമായിട്ടാണ് ഇതിന് മറുപടി പറയുന്നത്. ഈ പറയപ്പെടുന്ന ബഹുമാനി TS ശ്യാംകുമാറിനെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദലിതനാണ്, അദ്ദേഹം പഠിച്ചിട്ടല്ലേ തോന്നുന്നു എങ്കിൽ ആ ഒരു സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ് നമ്മൾ അനുഭവിച്ചിടത്തോളം സാമൂഹ്യമായിട്ടുള്ള പീഡനങ്ങളും അവഗണനകളും വർത്തമാന കേരളത്തിൽ ഒരു ദലിതരും അനുഭവിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ടും എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ ഇതുവരെ ഒരു മതത്തെയും ആക്ഷേപിച്ചിട്ടില്ല. ഭീകരവാദത്തെ ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും നമ്മൾ പറയാറുണ്ട്, പക്ഷെ അടർത്തിയെടുത്ത കാര്യങ്ങളെ കൊണ്ടാണ് വ്യവഹരിക്കുക. അപ്പോ അങ്ങ് പറഞ്ഞ കാര്യം ബഹുമാനി TS ശ്യാംകുമാർ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന ഒരു മതത്തെ മാത്രം വിമർശിക്കുന്നു എന്ന്, ഇതിന് അദ്ദേഹം തന്നെ പറയുന്ന മറുപടി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച വിഷയം ഇതാണ് എന്ന്. അപ്പോഴും പഠിച്ച വിഷയം ആണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ആ ഡോക്ടറേറ്റിന് വേണ്ടി പഠിച്ചതെങ്കിൽ ആ വിഷയത്തിൽ ഊന്നിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന്റെ അപ്പുറം കടന്നുപോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ് ഇല്ലേ. അദ്ദേഹത്തിന്റെ എന്താണ് പ്രബന്ധം, അദ്ദേഹം അതിന്റെ പ്രബന്ധത്തിലുള്ള സബ്ജക്റ്റ് ആവില്ല അദ്ദേഹം പഠിച്ചത്, അതിന്റെ അപ്പുറമുള്ള എന്താ അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടല്ലേ പറയുന്നത്.
ആ റിസർച്ച് ചെയ്യുന്ന ആ സംവിധാനത്തിൽ അദ്ദേഹം മറ്റു മതങ്ങളെ കൂടി പഠിക്കാൻ ശ്രമിക്കുന്ന നന്നായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ സാമൂഹികമായിട്ട് പ്രതിബദ്ധത ഉണ്ടല്ലോ, ഇത് അംബേദ്കറെ സ്വീകരിക്കുന്ന ആളുകളാണ്. ഇവിടെ അങ്ങനെ വരുന്ന സമയത്ത് ക്രൈസ്തവരിലും മുസ്ലിങ്ങളിലും ഒക്കെ ഉള്ള ആചാര വ്യത്യാസങ്ങളുണ്ട്. ഒരു സുന്നി ജമായത്ത് ഷിയ ഇതിലൊക്കെ ആചാര വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട്. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത പള്ളികളുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനമുള്ളതുണ്ട്. മലയാളത്തിൽ കുത്തുവാർത്തുന്ന പള്ളികളുണ്ട്, മലയാളം പാടില്ല എന്ന് പറയുന്നവരുണ്ട്, പുരോഗമനം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. അതിനൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുക. അതൊക്കെ വേണം. അതൊക്കെ ആ മതത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ആ മതത്തിന്റെ സ്വാതന്ത്ര്യം പരിവർത്തനങ്ങൾക്ക് വിധേയമാകണം. അതൊന്നും അവര് പ്രവാചകൻ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പ്രവാചകൻ തന്നെ വേണത് എന്താ വെച്ചാൽ, പ്രവാചകനിലൂടെ വന്ന ഖുർആൻ പറയുന്നത് വെച്ചാൽ ഓരോ ജനതയ്ക്കും അല്ലെങ്കിൽ ഓരോ ഗോത്ര വിഭാഗത്തിനും അവിടെ മതഗ്രന്ഥങ്ങളും ആചാരങ്ങളും നാം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിലാരും കലഹിക്കേണ്ടതില്ല. അപ്പൊ അങ്ങയുടെ ഈ ചാനലിന്റെ അടിയിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ വന്ന് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പറയുന്നു എങ്കിൽ പരിശുദ്ധ ഖുർആനെ തൊട്ടുകൊണ്ട് അവരെന്ത് ചെയ്യാൻ അവര് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താ വെച്ചാല് മറ്റു മതങ്ങളുടെ ആചാരത്തിൽ സംസാരിക്കണം, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുർആനാണെങ്കിൽ ഹിന്ദു ധർമ്മത്തെ നന്നാക്കാനും അത് പരിവർത്തനത്തിന് വിധേയമാക്കാനും ഒക്കെ ഹിന്ദുവിനാകും. അതുകൊണ്ട് അത് അവർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെയ്യാനാണ് ഞങ്ങളെപ്പോഴുള്ള ആചാര്യന്മാരുള്ളത്. പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് വരുന്ന നമുക്ക് ഹിന്ദു മതത്തിലുള്ള സ്വീകാര്യതയും ഒക്കെ അറിയേണ്ടതാണ്. നിങ്ങൾ നമ്മളെ സ്വീകരിക്കാത്തവരുമുണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനൊന്നും നമ്മൾ എതിരല്ല. നിയമവിരുദ്ധമാണെങ്കിൽ നിയമപരമായിട്ട് പോരാടും, അതിന് സംശയമില്ല. അത് ഏത് ജാതിക്കാരാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. മറ്റം മഹാദേവ ക്ഷേത്രം പുലയരുടെ ക്ഷേത്രമാണ്. പുലയരുടെ ക്ഷേത്രത്തിൽ നമ്പൂതിരിമാരാണ് ഇന്നും പരമാചാര്യന്മാർ. അവിടെ KPMS സാധുജന പരിപാലന സംഘവും അത് മാറ്റം വരുത്തുന്നില്ല. അപ്പൊ പിന്നെ അവിടെ പോയിട്ട് എന്താ അവരാരും സംസാരിക്കാത്ത? നമ്പൂതിരിമാരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നമ്പൂതിരിമാരെ കുറ്റം പറയുന്ന പുലയരും പറയരും തന്നെയാണ്. അല്ലാണ്ട് അവിടെ ആചാര്യന്മാരില്ലാത്തതുകൊണ്ടല്ലല്ലോ. നമ്മളെ കൂടെ ഇരിക്കത്തില്ലേ, ഞങ്ങളിന്ന് വിളിക്കണം എന്നല്ല. അതുകൊണ്ട് നമ്പൂതിരിമാരെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞ പോലെ ഒറ്റ തിരിഞ്ഞുള്ള ഒരു ആക്രമണം. അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിന്റെ പേരിൽ ഹിന്ദു ഏതെങ്കിലും സംവിധാനത്തെ രാഷ്ട്രീയം അവർക്ക് പറയാം. നമ്മളൊരു രാഷ്ട്രീയത്തിന്റെ ആളല്ല. RSSനെയോ BJPനെയോ സംഘപരിവാറിനെയോ കമ്മ്യൂണിസത്തിനോ കോൺഗ്രസിനെയോ SDAPയോ നമുക്ക് എല്ലാവരും പേരറിയില്ല. അല്ലെങ്കിൽ സ്റ്റാലിന്റെ പാർട്ടിയോ വിജയിന്റെ പാർട്ടിയോ ആരെന്തും പറഞ്ഞോട്ടെ, അത് നമുക്ക് വിരോധമില്ല. അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടാണ്. എന്നാൽ അതിന്റെ പേരിൽ ഒരു നല്ലൊരു ധർമ്മത്തെ കേവലം അത് വികലമാണെന്ന് പറയുമ്പോൾ തെറ്റാണ്. അങ്ങനെ പറയുന്നു എങ്കിൽ വികലമായിരുന്നു. നമ്മളൊക്കെ പറഞ്ഞ നമ്മൾ ജാതീയമായ അസ്പൃശ്യതയ്ക്കും അധാർമിക പ്രവർത്തനത്തിനും ശക്തമായി നേരിടുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ കോടതിയിൽ നടക്കുന്ന ഒരു വിഷയം, ക്ഷേത്രങ്ങളിൽ നമ്പൂതിരിമാർ മാത്രം പൂജിച്ചാൽ മതിയായിട്ട് നമ്പൂതിരി സമുദായം കുറച്ചാളുകൾ ചെയ്യട്ടെ. എല്ലാ നമ്പൂതിരിമാരും ഇല്ല, എല്ലാ നമ്പൂതിരി തന്ത്രി സംഘടനയും ഇല്ല. ഒരു സംഘടന കൊടുത്ത കേസിനെതിരെ നമ്മൾ പോയിട്ടുണ്ട്, നമ്മൾ ശക്തമായി അതിനെതിരെ വാദിക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഹൈക്കോടതിയെ സമീപിച്ച് അതിന്റെ കേസ് ഫയൽ എടുത്ത് അന്വേഷിക്കാം. ചണ്ടാളബാബ എന്ന് നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരാരും കോടതിക്ക് വന്നിട്ടില്ല. ഒരു സംശയത്തിന് പോലും ഇവരൊന്നും വിളിക്കുമ്പോൾ ഇവരാരും വരില്ല, ഇവരൊന്നും സഹകരിക്കില്ല. ഇവരൊക്കെ പുറത്ത് ജനങ്ങളുടെ കയ്യടി കിട്ടുന്നിടത്ത് മാത്രമാണുള്ളത്. അല്ലാണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി കോടതി വ്യവഹാരത്തിൽ സമരം ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി സമരം ചെയ്യാനോ തയ്യാറല്ല. കാരണം വേറൊരു പൊടി വീഴാൻ ഒന്ന് വിയർക്കാൻ ഇവർക്ക് സമ്മതമില്ല. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഈ ജനതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുകയാണ്. അപ്പൊ അവിടെ ഇത്തരം ആളുകള് ഈ പക്ഷം ചേരുമ്പോ അതിന് കാരണം അവരെന്നെയാണ്. അവരെന്താ വെച്ചാൽ അവർക്കറിയാം ഹിന്ദു ധർമ്മത്തിൽ നല്ല വശം ഏതൊരു മതഗ്രന്ഥവും പഴയ മതഗ്രന്ഥവും പുതിയതായിട്ട് നോക്കുമ്പോൾ നമുക്ക് പല പോരായ്മകളും തോന്നും. അതെല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. അപ്പൊ എന്താണ്, കേൾക്കുന്നവർക്ക് തോന്നും ഇന്നലകളിലെ ചില ആചാരങ്ങളെ കൊണ്ട് ദുരാചാരങ്ങളെ കൊണ്ട് അത് തന്നെയാണ് ഹിന്ദു മതം ഹിന്ദു ധർമ്മം എന്നുള്ളത്. അത് ഇസ്ലാമിനെ കുറിച്ച് നോക്കിയാലും അങ്ങനെ തന്നെ കാണാൻ പറ്റും, ഏത് മതത്തിൽ നോക്കിയാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളെ തന്നെ സമീപിക്കുന്ന പല പട്ടിക വിഭാഗക്കാരും മറ്റു മതസ്ഥരും ഇതൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണല്ലോ അത് ശ്രേഷ്ഠമാണല്ലോ പറയുമ്പോൾ നമ്മളതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടോ, അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ അദ്ദേഹം കേൾക്കുന്ന വെച്ചാൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തെ പറയുമ്പോൾ അതൊരു വലിയ ഭിന്നിപ്പിന്റെ സ്വരമാകുന്നതുകൊണ്ട് അതിനെ കൂടുതൽ പുഷ് ചെയ്യാം. നമ്മൾ പറഞ്ഞു നമ്മൾ അദ്ദേഹം പറയുന്ന മാന്യമായ കാര്യങ്ങളെ ന്യായമായ കാര്യങ്ങളെ അംഗീകരിക്കുന്നത് നമ്മളും പറയുന്നുണ്ട്. പക്ഷെ മറിച്ച് അപ്പുറത്തെ സൈഡ് ഉണ്ട്. ഇപ്പൊ ചണ്ടാളൻ സഞ്ചരിക്കുന്ന ശ്മശാനമാണെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചണ്ടാളൻ ദീക്ഷിതനാണ്. ബ്രാഹ്മണന് മുമ്പേ ചണ്ടാളൻ ദീക്ഷിതനായാൽ ചണ്ടാളനെ ബ്രാഹ്മണൻ ജ്യേഷ്ഠനായി പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട് ഈ ധർമ്മം. ചണ്ടാളിൽ നിന്നും ശൂദ്രനിൽ നിന്നും ആരിൽ നിന്നും വിദ്യ ഗ്രഹിക്കാം എന്ന് മനുമോനും പറയുന്നുണ്ട്. വ്യാധനിൽ നിന്ന് വ്യാധന ഇറച്ചിവിട്ടുകാരനാണ്. ഇപ്പൊ ഈ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ വിഭാഗത്തില. അവിടെ ബ്രാഹ്മണൻ പോയി പഠിച്ചത് മഹാഭാരതം പറയുന്നുണ്ട്. ഇതൊന്നും അദ്ദേഹം ടച്ച് ചെയ്യില്ല. കുറച്ച് സെലക്റ്റീവായിട്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകള് അപ്പൊ കേൾക്കുന്നവരെ തിരിക്കുകയാണ്. അപ്പൊ അവിടെ പറയുമ്പോഴാണ് അത് ഇപ്പൊ ഈ കമന്റ് ചെയ്യുന്നവർ എന്തോ വെച്ചാൽ അവർ ഈ കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് പരിപൂർണമാക്കണം. ഇതും നമ്മളിപ്പോ മുസ്ലിങ്ങളുടെ ആളുകളാവും ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള മറുപടി കമന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം.
പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുർആന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് നിങ്ങൾ എവിടെയും വെക്കരുത്. എന്താണ് പറയാൻ കാരണം? തെറ്റിദ്ധരിക്കപ്പെടും. ഇതെല്ലാ വേദഗ്രന്ഥവും അങ്ങനെ തന്നെയാണ്. ആ മക്കളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും കട്ട് ചെയ്ത് കഷ്ണം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ആ ശരിയാകാത്ത ആ വ്യവസ്ഥ ചെയ്യുമ്പോൾ അതിന് ഈ ഇസ്ലാം മതോ ക്രൈസ്തവ മതോ അധർമ്മം എന്ന് പറയുമെങ്കിൽ ഇവിടെ നമുക്കും അതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇദ്ദേഹം കൃത്യമായിട്ട് ഒരു ഭിന്നിപ്പിന്റെ സ്വരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെച്ചാൽ അദ്ദേഹം വിശ്വാസിയുമല്ല. അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം വിശ്വാസിയല്ല. ഇപ്പൊ പ്രാക്ടിക്കൽ അനുഭവം ഇല്ല. എവിടെ തന്ത്രം പഠിക്കാൻ പോലെ അദ്ദേഹം തന്ത്രം പൂജയായിരിക്കും ഭരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലാണ്ട് ഇത് സംവിധാന ആചരണനിഷ്ഠയോട് പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട കാര്യം അദ്ദേഹം പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഇതിലെന്തെങ്കിലും ഫലമുണ്ടോ, എഫക്റ്റ് ഉണ്ടോ എന്ന്. നമ്മളൊക്കെ ബോധ്യമുള്ള ആളുകളാണ്. സാമൂഹികമായിട്ടുള്ള ജാതി വ്യവസ്ഥയും നമുക്ക് ബോധ്യമുള്ളതാണ്. അപ്പൊ അവിടെ പക്ഷം ചേർന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് അദ്ദേഹത്തിന്റെ പോലുള്ള ആളുകളുടെ സ്ഥിരം പരാമർശങ്ങളിലുണ്ട്. അതിപ്പോ കമന്റ് ചെയ്യുന്നവരാണ്. നമുക്കൊന്നേ പറയാനുള്ളൂ. അത്തരം ആശയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്യ സംവാദങ്ങൾ വിളിക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാം? എന്താണ് അതിന്റെ അർത്ഥതലങ്ങൾ എന്ന് മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളെ നമ്മൾ ന്യായമായിട്ട് അംഗീകരിക്കാം. അന്യായങ്ങളാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് അന്യായമാണ്, അങ്ങനെയല്ല അതിന്റെ അർത്ഥം എന്ന് പറയാം. ഇനി അല്ല അങ്ങനെ ആചരണം ഉണ്ടെങ്കിലോ, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിരോധിക്കണം. നമ്മളെ പക്ഷത്താ നിരോധിക്കണം. അതിനെതിരെ എല്ലാ മനുഷ്യരും വരണം. ഈ പറയപ്പെടുന്ന വ്യക്തി പോവുകയാണെങ്കിൽ നമ്മളൊപ്പം ഉണ്ടാവും. ഇല്ല നമ്മൾ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഒപ്പം വന്നാൽ മതി. നമ്മൾ എന്നും നിലകൊണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുകയല്ല, ഭിന്നിപ്പുണ്ടാക്കുകയല്ല. ലക്ഷ്യം എന്തെങ്കിലും കൂടെ ഏതെങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കൊപ്പം ചേരുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, അങ്ങനെ ഉണ്ട് നമ്മൾ സ്ഥാപിക്കുന്നില്ലേ, അങ്ങനെയൊക്കെ അതൊക്കെ മാറ്റണം. നമ്മൾ എന്തായാലും ഉറപ്പിച്ചു പറയും, നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല, ഒരു സംവിധാനത്തിന്റെയും ഭാഗമല്ല. ഈയിടെ നടന്ന ഹിന്ദുക്കളുടെ സമ്മേളനത്തിൽ പോയിട്ട് പോലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വ്യക്തമായി അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് മിണ്ടാതിരുന്നാൽ മതി. ഇപ്പൊ ഇവര് മറ്റു മതങ്ങളെ കുറ്റം അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ പറയാതിരിക്കുന്നതിന് കാരണം അവരുടെ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവിടെ ഇല്ലാണ്ടല്ലാന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ സ്വീകരിച്ചിരുത്തിയാലും അനീതി ഉണ്ടെങ്കിൽ അനീതിയാണെന്ന് തുറന്നു പറയുന്ന ആളാണ് നമ്മൾ. ഇപ്പൊ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാലിലെ ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നവൻ ചാകുമ്പോൾ എന്ന് ബഹുമാന TS ശ്യാംകുമാർ പറയുന്നതിന് മുമ്പേ കേരളത്തിലെ ആധ്യാത്മിക മണ്ഡലത്തിൽ ശക്തമായി പറഞ്ഞ ഒരാളാണ് നമ്മൾ. കാരണം നമ്മൾ ചണ്ടാളെന്ന് പേര് സ്വീകരിച്ച ആളാണ്. ആ വിഷയം ഹിന്ദു മണ്ഡലത്തിൽ നിന്ന് ജ്ഞാനപ്പാന നിരന്തരം ഹിന്ദു വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഹിന്ദുവിനും അത് സാധ്യമല്ല എന്ന് ആ വേദിയിൽ എണീറ്റെന്ന് പറഞ്ഞ ആളാണെന്ന് വാർത്തകളിലുണ്ടാതെ പ്രസിദ്ധീകരിച്ച വാർത്തകളൊക്കെ ഉണ്ടാവും. അത് ഇതൊക്കെ നോക്കി ചണ്ടാളബാബയെ കൂടി നോക്കി കാണണം. അല്ലാണ്ട് പക്ഷം ചേർന്ന് പ്രീണനം നടത്തുന്ന ഏതെങ്കിലും ആൾക്കാരെ മാത്രം കണ്ടു കഴിഞ്ഞാൽ മോശം വരും. അപ്പൊ നമ്മളെപ്പോഴുള്ള ആൾക്കാർ എവിടെയെങ്കിലും പറയുമ്പോ അയാള് സംഘപരിവാറാണ്, സംഘിയാണെന്നൊക്കെ പറയാൻ, ചാണകമാണെന്നൊക്കെ പറയാൻ തോന്നും. നമുക്ക് എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ചണ്ടാളെന്ന് പറയപ്പെടും, നമുക്ക് എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. നമ്മൾ തുല്യനിന്ദ സ്തുതിർ മൗനി എന്ന പ്രമാണത്തെ പിൻപറ്റുന്നവർ. നമുക്ക് എന്ത് പറഞ്ഞാലും ഒന്നുമില്ല. ആട്ടും തുപ്പൊന്നും നമ്മളെ ഏൽക്കില്ല. ഇവർക്കൊക്കെയാണ് അതൊക്കെ ഏൽക്കുക. അതുകൊണ്ട് ദലിതനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, ദലിതന്റെ വായിലൂടെയാണ് ധർമ്മം കേൾക്കേണ്ടതെങ്കിൽ, ദലിതരെ നന്നാക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ദലിതരെ മുൻപന്തിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സത്യത്തിന്റെ വശത്താണ് സഞ്ചരിക്കേണ്ടത്. അത്തരം ആളുകളെ കേൾക്കണം, കേട്ടുകൊണ്ടേയിരിക്കണം. അവിടെയാണ് തെറ്റുകൾ തെറ്റ് തന്നെയാണ്. ഇപ്പോ തന്ത്രസമുച്ചയം 10-ാം അധ്യായം ശുദ്ധിയിൽ പറഞ്ഞത് എന്താണ്? അവിടെ കൃത്യമായിട്ട് പതിതാവേശ എന്നൊരു വാക്കുണ്ട്. TS ശ്യാംകുമാർ പറയുന്നു, പതിതൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ശുദ്ധി ചെയ്യണം. ഏത് തരത്തിലുള്ള ശുദ്ധിയാണ്? അവിടെയാണ് സപ്തശുദ്ധികളെ കുറിച്ച് പറയുമ്പോൾ ഖനനം, അതുപോലെ തന്നെ എന്താണ് ദഹനം, ചെറിയ കാര്യങ്ങൾ കൊണ്ട് വിപ്രോചിഷ്ടം തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. വിപ്രോചിഷ്ടം തളിക്കുന്ന കാര്യം ഈ വിപ്രനാര ഇവിടെയാണ് ബ്രാഹ്മണ നമ്പൂരിയ എന്നർത്ഥം നമ്മള് ഗ്രഹിക്കുന്നത്, അവരും പ്രചരിപ്പിക്കുന്നതാ. അതാ ശരിയേതാണെന്ന് അന്വേഷിക്കുന്നില്ല. വിപ്രോചിഷ്ടം തളിക്കണം എന്നുകൊണ്ട് ചോറോ അല്ലെങ്കിൽ തിന്ന് ഇച്ചിലോ കളിക്കുന്നുണ്ടെങ്കിൽ അത് അനാചാരമാണെന്നും അത് സ്വീകരിക്കേണ്ടതില്ല എന്നും. ഇനി സ്വീകരിക്കുന്നുവെങ്കിൽ ഓരോരുത്തരുടെ ഗില്ലിയിൽ മതി, പൊതുക്ഷേത്രങ്ങളിൽ വേണ്ട എന്നാണ് നമ്മുടെയൊക്കെ വാദം. അവരുടെ വീട്ടിലാവാം, അവരുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ അവിടെ ആവാം. വിപ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദപാഠാത് ഭവേ വിപ്രഹ എന്നാണ്. വേദം പഠിച്ചവനാണ് വിപ്രൻ. വേദം പഠിച്ചാൽ മാത്രം, പഠിക്കുക എന്ന് പറയുന്നത് ബോധ്യം വരണം. തമിഴിലെ പഠനമല്ല, ബോധ്യം വരണം. ആ ബോധ്യം വന്നാൽ അയാളാണ് വിപ്രൻ. അപ്പൊ എന്തായി? അയാൾ വേദം പഠിച്ചത് കൊണ്ടാണ് വിപ്രനായത്. ആ വേദം പഠിച്ച ആളുടെ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? വ്യാസോച്ചിഷ്ടം ജഗത് സർവം എന്നൊരു പ്രമാണമുണ്ട്. വ്യാസന്റെ ഉച്ചിഷ്ടമാണ് ഈ കാണുന്നതൊക്കെ. വ്യാസൻ ഛർദ്ദിച്ചതോ വ്യാസൻ തിന്നതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത്. അല്ല, വ്യാസന്റെ അറിവിന്റെ ഭാഗമാണ് എന്നാണ്. അപ്പോൾ വിപ്രന്റെ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ വിപ്രന്റെ അറിവ് കൊണ്ട്. ആ അറിവെന്താണ്? വേദമാണ്. വേദോച്ചാരണം നേരത്തെ പറഞ്ഞ അഹം ബ്രഹ്മതത്വമസി എന്നുള്ള ആശയത്തിലേക്ക് കടന്നു പോവാണ്. അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ശുദ്ധീകരിക്കണം, അത് ബിംബത്തിൽ സ്പർശിക്കണം. ഇപ്പൊ വേദമന്ത്രഘോഷം നടത്തണം എന്ന അതിന്റെ സ്പിരിച്വൽ മീനിങ്. അതല്ല ഭൗതികാർത്ഥം. ബഹുമാന TS ശ്യാംകുമാറോ അദ്ദേഹത്തെ പോലുള്ളവരോ അല്ല ഈ പറയുന്ന നമ്പൂതിരിമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പുലയാദികളോ ആരെടുത്ത് പുലയാദി എന്നാണ് നമ്മൾ പറഞ്ഞ ദുർവ്യാഖ്യാനം ആരും ചെയ്യരുത്. പുലയന്മാരായിട്ടുള്ള സമുദായങ്ങളോ ആര് ചെയ്താലും ശരി, അത് അവർ തെറ്റായ വഴിക്ക് പോവാണ്. ആർക്കെന്ത് ചെയ്യാൻ പറ്റും?
അതല്ലെങ്കിൽ ഇപ്രോഷിത്തം കളിക്കണമെന്ന് തന്നെയാ. പക്ഷെ അദ്ദേഹം ഇപ്രോഷിത്തം കളിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. അവിടെ അപ്പോൾ 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പതിതൻ എന്ന് പറയുന്ന തന്ത്രസമുച്ചയം പറയുന്ന ജാതികൾ ഏതൊക്കെയാണ് എന്ന് കുഴിക്കാട്ട് പത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പാണൻ, പറയൻ, കുറവൻ, ഉള്ളാൾ എന്നുണ്ട് നായര് വരെ നമ്പൂതിരിയെ പോലും വാര്യരെ പോലും ചേർത്തിട്ടുള്ള വലിയൊരു ലിസ്റ്റ് കുഴിക്കാട്ട് പച്ച 10-ാം അധ്യായത്തിൽ പ്രായശ്ചിത്തത്തിലുണ്ട്, ശുദ്ധി പ്രക്രിയയിലുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് അത് ശ്യാംകുമാർ പറയേണ്ട പേരൊക്കെ വായിക്കേണ്ടത് കറക്റ്റ് ആണ്. അവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജാതികളെയൊക്കെ എടുത്തു പറഞ്ഞത് അല്ലെങ്കിൽ സമുദായങ്ങളെ പറഞ്ഞത്? അത് ചേനാസ് എഴുതിയ ഒരു ടെക്സ്റ്റ് ആണ്. ചേനാസിന്റെ തന്ത്രസമുച്ചയത്തിനാണ് വ്യാഖ്യാനം ചെയ്യുന്നത്, കുഴിക്കാട്ടിലത്തെ ഭട്ടേരി ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനമില്ലാത്ത ആളുകളുടെ പേരെ എഴുതിയിരിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുസ്ലിമിന് യഥാർത്ഥ പ്രവേശനം ഉണ്ടോ? പോകേണ്ട ആവശ്യമുണ്ടോ? മുസ്ലിമിന്റെ പള്ളിയിലേക്ക് ക്രിസ്ത്യാനിക്ക് പോണോ? സുന്നിയുടെ പള്ളിയിൽ ജമാഅത്തുകാരൻ എന്താ? പോണേന് വിരോധമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പോയാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും മറ്റ് എന്താ പറയുക രാഷ്ട്രങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഏകശിലാത്മകമായിരിക്കുന്ന ഒരു സംവിധാനമാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണ്. വൈദിക മതവും താന്ത്രിക മതവും ഉണ്ട്. എന്താ ഒരു ക്രിസ്ത്യാനി മറ്റൊരു മുസ്ലിമിനെ കല്യാണം കഴിക്കാത്ത പ്രധാനമായിട്ടും? അല്ലെങ്കിൽ എന്താ തിരിച്ചില്ലാത്ത? അവർ രണ്ട് മതങ്ങളാണ്. എന്താ മതം? ആചാരങ്ങളെ കൊണ്ടും സംഹിതയെ കൊണ്ടും ഗുരുവിനെ കൊണ്ടും വ്യത്യസ്തരാണ്. അതാണ് മതം. എന്നാൽ രണ്ടു കൂട്ടർ അബ്രഹാമിക് മതങ്ങളാണ്. അബ്രഹാമിക് മതമാകുമ്പോൾ അവർക്ക് പോയിക്കൂടെ? പക്ഷെ എന്നാൽ പോലും അവർക്ക് നിഷ്ഠകളുണ്ട്. ഹിന്ദു ധർമ്മത്തിൽ ഈ സമുദായങ്ങൾ പാണ, പറയ, പുലയ, നായർ, ഈഴവ, നമ്പൂരി തുടങ്ങുന്ന സമുദായങ്ങളൊക്കെ എന്താണ് സമമായി ഉദയം ചെയ്ത? എല്ലാവരും ഈക്വലാണ്, തുല്യരാണ്. ഒരു അസ്പൃശ്യതയ്ക്കും ഒരു എന്താ പറയാ തൊട്ടുകൂടായ്മയ്ക്ക് ഒരു സ്ഥാനമില്ല. പുലയൻ എന്ന് പറഞ്ഞാൽ പുലത്തിൽ, മണ്ണിൽ ശരീരം, മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തി കാളി. ഇപ്പൊ കൊടുങ്ങല്ലൂർ മൂലക്ഷേത്രം പറയാ വള്ളുവന്റെ പുലയക്കാവ, അവിടെ കാളിയാണ് ആരാധിക്കുന്നത്. അങ്ങനെ കാളി വിധാനത്തിൽ ആചാരങ്ങൾ നടത്തുന്നവൻ, അവനെയാണ് പുലയൻ എന്ന് വിളിച്ചത്. ഞാൻ വേദം പൂരയതി, വേദത്തിൽ ഉപാസന നടത്തുന്നവൻ നമ്പൂരി. ഇങ്ങനെ പറയാനാണെങ്കിൽ ശരി, ഓരോരുത്തർക്കും ആത്മീയ അർത്ഥമുണ്ട്, അല്ലാണ്ട് താണവൻ അർത്ഥം പറഞ്ഞില്ല. പക്ഷെ എന്താണ്, പുലയന്റെ ആരാധന കാളി സമ്പ്രദായമാണ്. നമ്പൂതിരിയുടെ വേറെ സംബന്ധിച്ചിട്ടുള്ള അവന്റെ സിസ്റ്റം വേറെയാണ്. രണ്ട് ആചാരക്കാരും തമ്മിൽ ഓരോരുത്തർ കൂടിയാൽ ഒരാളുടെ ആചാരം മറ്റാൾക്ക് പറ്റില്ല. അതിൽ വഴക്കുണ്ടാവും, കലഹമുണ്ടാവും. അതുകൊണ്ട് പരസ്പരം പോയില്ല. പക്ഷെ എന്താണ്, കാലക്രമേണ നമ്പൂതിരിയുടെ ആചാരം ഉത്തമമാണെന്നും സ്വന്തം ആചാരങ്ങൾ മോശമാണെന്നും കരുതിയവർക്ക് വന്ന വീഴ്ചയാണ്. ഇപ്പോഴും തുടരുന്നു. ഇപ്പൊ തന്നെ ഈ പറയുന്ന മാനദേഹം കാണുന്നത് പുലയക്കാവുകളും പറയക്കാവുകളും ഒക്കെ ബ്രാഹ്മണർ കയ്യാളുന്നു, ബ്രാഹ്മണർ കയ്യേറുന്നു. നാം ഏതെങ്കിലും ബ്രാഹ്മണൻ പുറത്തിറങ്ങിയിട്ട് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പ്രതിഷ്ഠ ചെയ്യാനുണ്ടോ, അഷ്ടമംഗല പ്രശ്നം ചെയ്യാനുണ്ടോ എന്ന് ബ്രാഹ്മണനോ നായരോ കുറുപ്പോ ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഈ പുലയനും പറയനും ഈഴവനും ഒക്കെ തന്നെയാണ് ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ടുവരുന്നത്. എന്നിട്ട് ആക്ഷേപിക്കുന്നു. അപ്പൊ സ്വയം പരിവർത്തനത്തിന് വിധേയമാകാതെ അവരെ നിരന്തരം ആക്ഷേപിക്കും. അവർ പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ട, അവർക്കതിന്റെ ആവശ്യമില്ല, അവർ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ അവിടെയാണ് സമ്പ്രദായ വ്യത്യാസം. അതായത് ഹിന്ദുവിലെ പുലയൻ പറയുന്നൊക്കെ പറഞ്ഞാൽ, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാക്കൂ. ഈ രാഷ്ട്രത്തിലുണ്ടായ വിവിധങ്ങളായിരിക്കുന്ന സാംസ്കാരികവും മതപരവുമായ സംവിധാനങ്ങളെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ പോലും സിഖുകാരനും ബൗദ്ധനും ജൈനനും ഹിന്ദു ആകുന്നത്. അതുകൊണ്ട് നമ്പൂതിരിയുടെ ആചാരമല്ല പുലയന്റേത്, അതല്ല നായരുടേതല്ല പറയന്റേത്. അവർ വിവിധ മതവ്യവസ്ഥയുള്ളവരാണ്. മതങ്ങളുടെ പേരാണ് സമുദായം. എന്നാൽ അവരെല്ലാവരും ഒന്നിച്ചു ചേർക്കുന്ന ഒരേ ഒരു സാധനം ഹിന്ദു എന്ന നാമമാണ്. അത് പൂർവ്വ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ? പൂർവ്വ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം ഉണ്ട്? ഇവിടുത്തെ ഏതൊക്കെ മതങ്ങൾക്ക് എന്തെല്ലാം പൂർവികമായിട്ടുണ്ട് എന്ന് അവരൊക്കെ വിചാരം ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്നായി ഇപ്പൊ ദലിതർ എന്ന് വിളിപ്പിക്കപ്പെടുന്ന പേര് പൂർവികമായിട്ടുണ്ടോ? പക്ഷെ ദലിതർ ഒന്നിക്കുന്നില്ലേ? ആദിവാസി എന്ന പേര് പൂർവികമായിട്ടുണ്ടോ? ഇല്ല. ഒരു പേരുകളും ശാശ്വതമായിട്ടില്ല. ആ ശാശ്വതമായ പേരുകൾ പിന്നീട് ഉണ്ടാകുന്നതാണ്. ആ ഉണ്ടായതിൽ മേളിക്കുകയാണ്. മുസ്ലിം മതത്തിന് മുമ്പേ അവിടെ ഖുറൈശികളൊക്കെ ഉണ്ട്. ഇവിടെ ഇസ്ലാം മതമൊന്നുമില്ല. മുഹമ്മദിലൂടെ പിന്നീട് റീഫ്രഷ് അവർ പൂർവിക ഗുരുക്കന്മാരെ പറയുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു സംവിധാനത്തിൽ എല്ലാവരും രാഷ്ട്രത്തിന്റെ ഹിന്ദുസ്ഥാനിന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു സംസ്കൃതിയുടെ ഭാഗമായി എല്ലാവരും ഒന്നിച്ച് ഹിന്ദു എന്ന് പറയുന്നുവെങ്കിൽ ഭരണഘടന കൂടി പറയുന്നു. നമ്മളാരും പറഞ്ഞതല്ല, ഭരണഘടനയെ മുൻനിർത്തിയിട്ട് നമ്മളൊക്കെ സഞ്ചരിക്കുന്നേ. ഭരണകൂടി പറയുന്നത് കൊണ്ട് നമ്മൾ ആ ഹിന്ദുവാണ്. ആ ഹിന്ദുവിലെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാണ്ടേ. ഇതിൽ എന്തുണ്ടെങ്കിലും ബ്രാഹ്മണിസം ഹെജിമണി എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ഈ ഹിന്ദു ധർമ്മത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാലും ശരി, പുറത്തുനിന്ന് പറഞ്ഞാലും ശരി, ലക്ഷ്യം ഈ ഭാരതീയമായ വൈവിധ്യങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. ഇതിലാണ് ഇവരെയൊക്കെ പക്ഷം ചേർന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് സത്യത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ അദ്ദേഹം പറഞ്ഞ കൂടി പറഞ്ഞല്ലോ,
നമ്മൾ അദ്ദേഹം പറഞ്ഞ ഗ്രന്ഥാവലികൾ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അത് തെറ്റാന്നും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ശരിവശവും പറയുന്നുണ്ട്. അദ്ദേഹം തെറ്റ് പറയുകയും ദലിതുകൾ ഇപ്പടുത്ത് ഒരു SC/ST അദാലത്തിൽ പങ്കെടുത്തപ്പോ പുറത്തിറങ്ങിയപ്പോ ഒരു പട്ടികജാതിക്കാരൻ നമ്മളോട് പറയാ, ഇതൊക്കെ തീരണമെങ്കിലേ നമ്മൾ ഹിന്ദുമതം ഉപേക്ഷിക്കണം. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്നിട്ട്? അടുത്ത ചോദ്യമാണ്, എന്നിട്ട് എന്താ മാർഗം എന്താ? അല്ല, അത് ഉപേക്ഷിക്കണം. അപ്പൊ ഇതുവരെ ഉപേക്ഷിച്ചവരൊക്കെയോ? അല്ല, അതൊക്കെ വേറെ കഥ. അത് ഹിന്ദുമതം ഉപേക്ഷിച്ചാൽ ദലിതുകളുടെ ആദിവാസികളുടെ പ്രശ്നം തീരുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം തറവാട്ടിൽ നിന്ന് ഇറങ്ങിക്കോന്നിട്ട് റോട്ടിൽ പോയിട്ട് തൊള്ളിയും പൊളിച്ച് നിന്നോ എന്നാ പറയുന്നേ. ഹിന്ദു ധർമ്മം ബ്രാഹ്മണന്റെ കുത്തകയാണെന്ന് അംഗീകരിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഹിന്ദു ധർമ്മം നമ്മുടേത് കൂടിയാണ്, ഈ രാഷ്ട്രം നമ്മുടേതാണ്, ഇല്ലേ? ഇത് അപ്പൊ എന്താ വെച്ചാൽ ഒരു അഭിമാനം ഉണ്ടാക്കണം. അപ്പൊ എന്താണ്, ഇവരൊക്കെ പറഞ്ഞാൽ ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ചോ? അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന ഹിന്ദു ധർമ്മം മോശമാണെന്ന് ഇവർ പറയുന്നു. ശരി, എന്നാ ബദലൊരു ധർമ്മം പറയൂ. ഇവരുടെ കയ്യിലില്ല. നമ്മൾ നേരിട്ട് സംസാരിച്ചുള്ള ആൾക്കാരാ. ഇവരുടെ കയ്യിലില്ല. ഇവർക്ക് ഈ പട്ടിക ആദിവാസി വിഭാഗങ്ങളെ, പിന്നോക്കക്കാരെ അനാഥരാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സനാതനാക്കുന്ന ലക്ഷ്യമില്ല. സനാതനമാക്കണമെങ്കിൽ തെറ്റിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് അത് ശരിയാണെന്ന് സ്ഥാപിക്കുകയല്ല. തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിനെ തിരുത്തി മാനവീയമാക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അത് ഈ പുണ്യാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് ആചാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആ രീതിയിൽ അറിയാൻ ശ്രമിക്കുക. അറിയുക, മുഹമ്മദെ നീ വായിക്കുക എന്ന് ഖുർആൻ പറയുന്നത് പോലെ, യേശുവിനോട് യോഹന്നാൻ പറയുന്നത് പോലെ, ഹിന്ദു ധർമ്മം തന്നെ പറഞ്ഞ പോലെ മനോഭവ മനുഷ്യരാകും. വായിക്കും, അറിയൂ. അതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ. അറിവിനെ സമ്പാദിച്ച അറിവായി മാറുക. അറിവാണ് ഗുരു. അറിവിനെ തരുന്നതാണ് ധർമ്മം. ജിഹാദ് എന്നൊക്കെ മറ്റുള്ളവർ വിളിക്കും. ആ ധർമ്മ വഴിക്കാണ് സഞ്ചരിക്കേണ്ടത്. മറ്റൊക്കെ അധർമ്മമാണ്. എന്തായാലും അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇപ്പോ മറ്റൊന്നാണ് ബാബാജി, നമ്മൾക്കറിയാം ഇപ്പോ ഹൈന്ദവരെ അതല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മനുസ്മൃതി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ കുലത്തെയായാലും ഹൈന്ദവ വിഭാഗീയതയായാലും അതല്ലെങ്കിൽ ആ ഉച്ചനീചത്വങ്ങളെയൊക്കെ എടുത്തു കാട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സത്യത്തിലും ഹിന്ദുവിന് അവന്റെ വേദഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ പോലും അറിയാത്തവനാണ് സത്യത്തിൽ ഹിന്ദു എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റും. അത്തരത്തിലുള്ള ഹിന്ദുവിനോടാണ് മനുസ്മൃതിയെ പറ്റി ചോദിക്കുന്നത്. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള ആ വാക്കൊക്കെ, ആ ഭാഗമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിനൊക്കെ ഉപയോഗിക്കാറുള്ളത്. നമുക്കറിയാം ഈ മനുസ്മൃതിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മാനവികമല്ലാത്ത കാര്യങ്ങൾ മാത്രമാണോ ഉള്ളത്? അതോ മനുസ്മൃതി എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിശദീകരണം നമ്മൾ ചെറിയ സമയത്തിനുള്ളിൽ നൽകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നൽകുക? ഒന്നെന്താ വെച്ചാല്, വൈദിക ധർമ്മത്തിന്റെ ഭാഗമാണ് സ്മൃതികൾ. ഈ വൈദിക ധർമ്മത്തിന്റെ പറയാൻ കാരണം, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വൈദികരല്ല. താന്ത്രികരും വൈദികരും വേദാന്തികളും യോഗികളും പല ചാർവാകന്മാരും നിരീശ്വരവാദം ആണ്. അത്തരം ആളുകളൊക്കെ പാടെ ചേർന്നാണ് ഹിന്ദു എന്ന് പറയുക. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ രാഷ്ട്രത്തിന്റെ വൈവിധ്യങ്ങളുടെ ഭാഗമാണ്. ആ ഹിന്ദു എന്ന് പറയുന്ന കാലം തൊട്ടേ അങ്ങനെയാണ്. അല്ലാത്ത കാലത്ത് വേറെ വേറെയാണ്. അപ്പൊ വൈദിക ധർമ്മത്തിന്റെ നിയമഗ്രന്ഥമാണ് സ്മൃതികൾ. അതും തന്നെ കാലദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നിയമങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ജീവിതചര്യയുമായി ബന്ധപ്പെട്ട ധാർമ്മികമായിട്ടുള്ള നിയമവ്യവസ്ഥയെ പറയുന്ന പേരാണ് ശരീഅത്ത്. ശരീഅത്ത് കാലദേശങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇത് കൊണ്ടു നടക്കുന്നത്. ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും ഒരു നിയമമാണെന്ന് നമുക്ക് അറിയില്ല. ഞാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിലും അറേബ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റുള്ള കൺട്രികളിലും വ്യത്യാസമുണ്ട്. അതായത് കാലദേശത്ത് ഇത് പറഞ്ഞ പോലെ സ്മൃതികളും കാലദേശം ഓർമ്മയിൽ എടുത്തുകൊണ്ട് മാനവർക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം പറയുക. ഇന്ന് ഈ രാഷ്ട്രത്തിന്റെ സ്മൃതി എന്ന് പേരിട്ട് വിളിക്കാൻ പറ്റില്ല. എന്നാൽ പോലും സ്മൃതിയായിട്ട് പറയാം, മഹാനായ അംബേദ്കറെ ചെയർമാനാക്കിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ അതിലും നോക്കൂ, അതിലും ചില നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഷെഡ്യൂൾ കാസ്റ്റിനോ അല്ലെങ്കിൽ ഇത്തരം സമുദായങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ചില പരിഗണന കൊടുത്തിട്ടില്ലേ? അത് മോശമാണെന്ന് പറയാൻ പറ്റുമോ? അത് ആ കാലത്തിന്റെ ആവശ്യമാണ്. കുറച്ച് കഴിഞ്ഞ 10 വർഷത്തിനാണ് SC/ST ഒക്കെ സംവരണം ഒക്കെ പറഞ്ഞത്. പക്ഷെ മറിച്ച് ഇപ്പോഴും തുടരുന്നു. അപ്പൊ അത് കാലത്തിന്റെ ആവശ്യമാണ്. അത് അവിടെ നടക്കട്ടെ. നമുക്ക് ആർക്കും വിരോധമില്ല. ഒരു കളിക്കുന്ന നല്ലതുമാണ്, പല തരത്തിലുമാണ്. അപ്പൊ ഇവിടെ വരുന്നത് സ്മൃതി എന്ന് പറയുന്നത് ഓരോ കാലദേശത്തിന്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സ്മൃതിയാണ് മനുസ്മൃതി. കലികാലത്തൊക്കെ പരാശര സ്മൃതി വേണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. കൂടാതെ നാരദ സ്മൃതി ഉണ്ട്, പല യാജ്ഞവൽക്യ സ്മൃതി ഉണ്ട്, പല സ്മൃതികളും ഉണ്ട്. ആ സ്മൃതികളിൽ ആ ഗുരുക്കന്മാരാൽ പറയപ്പെട്ട ധർമ്മവ്യവസ്ഥയാണ്. മനുസ്മൃതിയെ സംബന്ധിച്ചിട്ട് മനുവിന്റെ ഉത്തരനായിട്ടൊക്കെ പറയും മനു. ഈ മനുവിന്റെ പല മനുക്കന്മാരുണ്ട് കേട്ടോ. ഒരു മനു ഒന്നുമല്ല. അപ്പൊ ഇപ്പൊ തന്ത്രത്തിലും മനു എന്ന ഗുരു വരുന്നുണ്ട്. ആ മനു ഒരിക്കലും മനുഷ്യന്റെ വേദം പറഞ്ഞിട്ടില്ല, ഒരു വേദവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറയപ്പെടുന്ന അങ്ങ് ചോദിച്ച മനുസ്മൃതിയിലെ ഈ മനുഷ്യരുടെ സാമൂഹ്യ ജീവിതവുമായി അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും തുല്യത നൽകാത്തൊരു ഒരു ഗ്രന്ഥമാണോ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വാച്യാർത്ഥത്തിലും അതുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിന്റെ ആചരണത്തിലും മാനവരിൽ ഒരു ഏകത ദർശിക്കാത്തൊരു ദർശനമായിട്ട് നമുക്ക് ഇന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും.
പക്ഷെ അന്നത്തെ സാഹചര്യം എന്തായാലും നമുക്ക് അറിയില്ല. എന്താ വെച്ചാൽ ശൂദ്രന് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതേ തെറ്റ് ബ്രാഹ്മണൻ ചെയ്താൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ ചെറിയ മുട്ടയടിച്ച് നാട് കടത്തിയാൽ മതി, മറ്റനാണെങ്കിൽ തുറങ്കിലടിക്കണം, തല്ലിക്കൊല്ലണം എന്നൊക്കെയാണ് മനുസ്മൃതിയിലുള്ളത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തോന്നും ആ മനുസ്മൃതി തന്നെ ഞങ്ങൾ കുറ്റമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇന്ന് വർത്തമാനത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ ഒരു MLA-ക്ക് നേരെ ഒരു ആരോപണം വന്നിട്ടുണ്ട് ഇല്ലേ, അദ്ദേഹത്തിനെതിരെ പരാതി വന്നു, അല്ലെങ്കിൽ പരാതി വന്നതിനെതിരെ പരാതി കൊടുത്ത കേസുകളൂടെ ഉണ്ട്. ഐസ്ക്രീം പോലുള്ള കേസുകളും പല കേസുകളും പല വിഷയത്തിൽ. ഇപ്പൊ ബഹുമാന്യ മുഖ്യമന്ത്രിക്കെതിരെ പോലും കേസും കോടതി നടക്കുന്നുണ്ട് ഇല്ലേ, അല്ലെങ്കിൽ കൊലപാതക കേസിന്റെ ഭാഗത്ത് പലരും ഉണ്ട്. ഈവൻ പ്രധാനമന്ത്രിക്ക് പോലും കേസുകളും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് ഈ ഇരിക്കുന്ന അവതാരകനായിരിക്കുന്ന ബൈജുജിക്കോ നമുക്കോ നമ്മുടെ പ്രേക്ഷകർക്കോ നേരെയാണ് ഈ ആരോപണമോ അല്ല കേസോ വരുന്നെങ്കിൽ എന്താണ് അവസ്ഥ? നമ്മളെ അറസ്റ്റ് ചെയ്യാനോ നമ്മളെ ശിക്ഷിക്കാനോ ഏതെങ്കിലും കാത്തിരിപ്പുണ്ടോ? നമ്മളെ ഇനി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമാൻഡിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജോട് കൂടിയിട്ട് AC റൂം തരുമോ, ഭക്ഷണം തരുമോ? ഇല്ല. പക്ഷെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന MLA-ക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഫോണും സൗകര്യങ്ങളും എല്ലാം എല്ലായിടത്തും ഉണ്ട്. അവർ അറസ്റ്റ് ചെയ്യാനും പെട്ടെന്ന് പറ്റില്ല, സാവധാനേ പറ്റുള്ളൂ, അതിനും ഇന്ന ഉദ്യോഗസ്ഥർ വേണം. അത് ഇന്നും ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ നമുക്കൊരു കുഴപ്പവുമില്ല. അത് മനുസ്മൃതിയിലേക്ക് നോക്കുമ്പോൾ അത് കുഴപ്പമാണ്. അപ്പൊ എല്ലാ കാലത്തും ഭരിക്കുന്നവരാണ് നിയമം ഉണ്ടാക്കുന്നതും അത് കെട്ടിവെക്കുന്നതും. ഭരിക്കുന്ന വെച്ചാൽ ഞാൻ നിയമം ഉണ്ടാക്കിയാൽ എന്റെ പ്രൊട്ടക്ഷൻ ഒക്കെയാണ്, നിങ്ങളൊക്കെ ഇതന്നെയാണ് മനുസ്മൃതിയിൽ അനീതിയായിട്ട് നമുക്ക് കാണുന്നത്. ഇനി അത് മാത്രമാണോ? ഉദാഹരണം പറഞ്ഞു, അത് മാത്രമാണോ? അത് മാത്രമല്ല, അറിവ് സമ്പാദിക്കുന്നതിനെ കുറിച്ച്, ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച്, ജീവസ്യന്നം ഇതം സർവന്ന, ഭക്ഷണവേദമൊന്നുമില്ല, ജീവസ്യന്നം ഇതം സർവന്ന, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ പരസ്പരം ഈ പറഞ്ഞ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഇത് ഒരു സമൂഹം സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ തന്നെയാണ് മനുസ്മൃതി പറയുന്നത്. ഏത് സ്ഥലത്ത് പോയിട്ടാണ് അറിവ് സമ്പാദിക്കാനാ പറയുന്നത്? ഒരു കുട്ടി ജനിച്ച് മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ വർണ്ണങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വർണ്ണ വ്യവസ്ഥയെ പിൻപറ്റുന്ന ഹിന്ദുവിന്റെ ആചാരം. ഇതൊക്കെ പറഞ്ഞു പോയപ്പോൾ ആ പറയുന്ന വൈദിക ധർമ്മം തന്നെ പറയാണ്, ഇപ്പൊ അത് മോശം തന്നെ വെച്ചോളൂ, ആ വൈദിക ധർമ്മം തന്നെ പറയാണ്, ശ്രുതി സ്മൃതി വിരോധേഷു ശ്രുതിരേവ ഗരീയസി. വൈദികന്മാരെ സംബന്ധിച്ച് ശ്രുതി സ്മൃതി എന്ന് പറഞ്ഞ രണ്ട് പ്രമാണങ്ങളാണുള്ളത്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, അതാണ് ആധികാരികമായിട്ടുള്ളത്. വേദത്തെ അധികരിച്ചുണ്ടാക്കിയിട്ടുള്ള ധർമ്മഗ്രന്ഥങ്ങളാണ്, ആചരണ ഗ്രന്ഥങ്ങളാണ്, നമ്മുടെ നിയമഗ്രന്ഥങ്ങളാണ് സ്മൃതികൾ. അപ്പൊ സ്മൃതികളിലും പരമമായിരിക്കുന്ന വേദങ്ങളിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ വന്നാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ സ്മൃതികളെ തള്ളി ശ്രുതിയെ സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ വേദത്തെ സ്വീകരിക്കണം. വേദം എല്ലാവരെയും മനുഷ്യർ, മനോഭവ എന്നാണ് വേദമാണ്. മനുഷ്യരാകും. മനുഷ്യരല്ലാത്തതുകൊണ്ടല്ല, മാനവികതയിലേക്ക് വരൂ. എല്ലാവരും ഇപ്പൊ ശ്രീരുദ്രമൊക്കെ വായിക്കണം, നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കള്ളനാവട്ടെ, പിടിച്ചുപറിക്കാരനാവട്ടെ, ഏത് നിഷാദനാവട്ടെ, ബ്രാഹ്മണനാവട്ടെ, എല്ലാവരും സാക്ഷാൽ പരമേശ്വരനാണ് എന്നാണ് ശ്രീരുദ്രം പറയുന്നത്. അപ്പൊ വേദത്തിൽ ഭേദമില്ല. അപ്പോൾ വൈദിക ധർമ്മത്തിൽ സ്മൃതിയിൽ എല്ലാ കാര്യങ്ങളും ആ കാലഘട്ടത്തിലെ നിയമമുണ്ട്. ഇപ്പൊ നമ്മുടെ ഭരണഘടനയെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി അന്തസത്ത ചോർന്നു പോകാൻ പാടില്ല എന്ന് ആദ്യമുണ്ട്. പക്ഷെ അതിനെ നിലനിർത്തിക്കൊണ്ട് മാറ്റം, ഈ മാറ്റമാണ് മാറേണ്ടത്. അത് മാറിയിട്ടുണ്ട്. അപ്പൊ മനുസ്മൃതി എന്നല്ല, ഒരുപാട് സ്മൃതി ഉണ്ട്. അത് വീണ്ടും പറയുന്നു, ഇത് ഹിന്ദു വൈദിക ധർമ്മമാണ്. താന്ത്രിക ധർമ്മത്തിന് സ്മൃതി നിയമമില്ല, ചാതുർവർണ്ണ്യവുമില്ല. ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപീച്ച വിപ്രത. ബ്രാഹ്മണനോ ശൂദ്രനോ ആരുമാകട്ടെ, തന്ത്ര സമ്പ്രദായത്തിൽ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോയി. എല്ലാവരും ശിവനാണ്. ഷട്ത്രിംശതി വിശ്വാനി തത്വം, 36 തത്വങ്ങളാണ്. മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയായാലും ആണായാലും പെണ്ണായാലും എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിലും അംഗം കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആ 36 തത്വങ്ങൾ മാത്രമാണ്. ഒരു ഭേദവുമില്ല. സർവം ശിവമയം, ശക്തിമയം, വിഷ്ണുമയം. ഇതൊക്കെയാണ് തന്ത്രത്തിന്റെ കാഴ്ചപ്പാട്. വേദത്തിലും എല്ലാം സർവം ഖലിതം ബ്രഹ്മ എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഒരു ഭേദവും ഇല്ല. പക്ഷെ ഇതൊന്നും അന്വേഷിക്കില്ല ഈ ധർമ്മത്തെ നിരന്തരം ഇതെന്നുവെച്ചാൽ ഒരു ഭൂരിപക്ഷ ജനതയുടെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിനെ ആക്രമിക്കുന്നത് തികച്ചും രാഷ്ട്രീയപരമാണ്. ഈ ഒരു സംവിധാനത്തിൽ എല്ലാ ഹൈന്ദവരും ഭേദബുദ്ധി മറന്ന് ഒന്നിക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായി ഒരു വലിയൊരു കെട്ടുറപ്പാണ്. രാഷ്ട്രീയ സംസ്കൃതി സംരക്ഷിക്കപ്പെടുക. അപ്പൊ എല്ലാ കാലത്തും ഇതിനെ തകർക്കണം. ഇപ്പൊ വിദേശികളിവിടെ വന്നത് നമ്മൾ ഏലവും കുരുമുളകും ചുക്കൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും പറയുക. അങ്ങനെയൊന്നുമല്ല. ഏലവും ചുക്കും ഇല്ലാത്തതുകൊണ്ട് അവർ കഞ്ഞി കുടിക്കാതെയും ചായ കുടിക്കാതെയും അന്നും ഇരുന്നിട്ടില്ല, ഇന്നും ഇരിക്കണില്ല, ഇന്നിപ്പോ അത് മാത്രം ഇട്ടിട്ടല്ല കഴിക്കുന്നത്.
അവർ മറ്റു പല മൂല്യങ്ങളും കണ്ടുവന്നു. അതിനുശേഷം അവർക്ക് മനസ്സിലായി എന്താണ് ഇത് കാലാകാലം ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ ഇവർ കുറച്ച് കുതിരിപ്പൊക്കെ ഉണ്ടാക്കി പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നതിനെ വളർത്തിക്കൊണ്ട് അവരുണ്ടാക്കിയ ചിലത് അത് ഇന്നുമുള്ള ചില ആളുകൾ ഉപയോഗിക്കുന്നു. രാഷ്ട്രീയപരമായിട്ട് ഹൈന്ദവ സമൂഹം ഒന്നിക്കാൻ പാടില്ല, വിഘടിച്ച് നിൽക്കണം, അപ്പോൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് പലതും ചെയ്യാൻ പറ്റുള്ളൂ എന്ന രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ്. നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയം ഏതുമാകട്ടെ, ഏത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസോ ബി ജെ പി എന്നുള്ളതൊന്നുമല്ല, പക്ഷെ മറിച്ച് ഹൈന്ദവർ ഇത് ഈ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിവേചനങ്ങൾ മറന്ന് സഹോദരനും ജാതിയുടെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും ഭാഷയുടെയും ഭക്ഷണത്തിന്റെയും പേരിൽ ആരാധന എന്ന പേരിൽ ഭേദം കാണാതെ മറ്റു മതങ്ങളെ പോലെ സഹോദര്യം എന്തെന്ന് മനസ്സിലാക്കി സംഘടിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊരു എപ്പോഴും വളരെ വോട്ട് ബാങ്ക് ആയാൽ ആക്രമിക്കപ്പെടൽ നിൽക്കും. ആർക്ക് വേണം വോട്ട് കൊടുത്തോളൂ, പക്ഷെ അത് നിങ്ങൾ ഒന്നിച്ചു കൊടുത്തോളൂ. അല്ലെങ്കിൽ ബഹുമാനി ടി എസ് ശ്യാംകുമാർ അത്തരം ആളുകളെ മാത്രമൊന്നല്ല എല്ലാവരും നിരന്തരം കല്ലേറി. അത് എപ്പോഴും സംഭവിച്ചു. മാന്യപ്രേക്ഷകരെ, 33 കോടി ദേവീ സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഓരോ ഹിന്ദുവിനും ഒരു യേശുവിനെയോ ഒരു മുഹമ്മദ് നബിയെയോ കൂട്ടിച്ചേർക്കാൻ പോലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വലിയ സംസ്കാരവാഹകരാണ് ഓരോ ഹിന്ദുവും. ഹിന്ദുസ്ഥാൻ എന്നുള്ള ഒരു പേര് കൂടി നമ്മുടെ ഈ ഭാരതത്തിനുണ്ട് എന്നുള്ളത് ഈ ഭാരതത്തെ വിമർശിക്കുന്ന, ഹിന്ദുവിനെ വിമർശിക്കുന്ന, ഹിന്ദു സംസ്കാരത്തെ വിമർശിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. മാത്രമല്ല ബാബാജിയുടെ പേരിന്റെ കൂടെ ഞാനിപ്പോ അതിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ചണ്ടാള ബാബാജി, മഹാചണ്ടാള ബാബാജി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കാറ്. ബാബാജി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്ത ലൈവ് മുതൽ മഹാചണ്ടാള ബാബാജി എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം സ്വന്തം പേര് ചണ്ടാളൻ എന്ന് തന്നെ സ്വീകരിച്ച് നടക്കുന്ന ആ ഒരു വിഭാഗത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, അടിച്ചമർത്തപ്പെട്ട അതല്ലെങ്കിൽ അധസ്ഥിത വർഗക്കാർ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ആ വർഗത്തെ നമ്മൾ തിരിച്ചു പറയുകയല്ല. എന്നിരുന്നാലും ആ ഒരു വിഭാഗത്തിന് വേണ്ടി ഇത്ര കണ്ട് ശക്തമായി പോരാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചണ്ടാള ബാബാജി തന്നെ ഈ ഒരു വിഷയത്തിൽ വിശദീകരണം കൊടുക്കണം എന്നുള്ളത് കാലത്തിന്റെ കാവ്യ നീതിയായിരിക്കാമെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, ഓരോ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ അട്ടിപ്പേർ അവകാശം എടുത്തുകൊണ്ട് പറയുന്ന ആളുകൾ പോലും ഒരിക്കലും ഒരു വലിയ ക്ഷേത്രത്തിൽ ചണ്ടാളനെ അവിടുത്തെ മുഖ്യശാന്തിക്കാരനാക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരാറില്ല. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ദേവസ്വം ബോർഡിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ചണ്ടാളനെ പ്രതിഷ്ഠിക്കാനാവുമെന്നിരിക്കും അതിന് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മുതിരാറില്ല. അതിനുവേണ്ടി ഇതുപോലെയുള്ള ശ്യാംകുമാർമാരൊന്നും ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുമായി രംഗത്തും വരാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ചണ്ടാള ബാബാജി, മഹാചണ്ടാള ബാബാജി തന്നെ അറിവ് എത്ര കേട്ടാലും നമ്മൾക്ക് മതി വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 1 മണിക്കൂറും 2 മിനിറ്റും കഴിഞ്ഞു പോയത് എത്രത്തോളം പെട്ടെന്നാണ് എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനാവും. അത് ഇവിടെ ചണ്ടാളൻ എന്ന കുലത്തെ താത്തിക്കൊണ്ട് പറയുകയല്ല. അറിവ് ചണ്ടാളനിൽ നിന്നായാലും സ്വർണം മലത്തിൽ നിന്നായാലും സ്വീകരിക്കണം, കൈക്കൊള്ളണം എന്നൊരു അർത്ഥവാക്യം നമ്മൾക്കുണ്ട്. അതിവിടെ വിഭാഗീകരിച്ച് പറയുന്നതല്ല. എന്നിരുന്നാലും ആ ഒരു അറിവ് ഒരുപാട് പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ എന്നൊരു ആശംസയോടുകൂടി തന്നെ മഹാചണ്ടാള ബാബാജിയുടെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുമായിട്ട് അദ്ദേഹം തന്നെ നമ്മുടെ ചാനലുകളിൽ തന്നെ ഒട്ടേറെ സംവിധാനങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതിനു മുൻപും ഒരുപാട് ചർച്ചകളും മറ്റുമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളുകൾക്ക് അത് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ബാബാജി തൃശ്ശൂരായാലും മലപ്പുറമായാലും പാലക്കാടും ഒക്കെ ആശ്രമം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടതുണ്ട് എന്ന് കൂടി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ബാബാജി ഈ ഒരു വിഷയത്തിൽ ഗംഭീരമായി തന്നെ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ട് തന്നെ ആളുകളിലേക്ക് വിശദമായി തന്നെ സംസാരിച്ചെന്ന വിശ്വാസത്തോടെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു സെഷനായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.